കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ സെലക്ടിവിറ്റിയും ക്വാളിറ്റി ഫാക്ടറും പിന്നെ വേരിയേഷൻ വിത്ത് റെസൊണൻസും വേരിയേഷൻ വിത്ത് റെസിസ്റ്റൻസും ബാൻഡ് വിഡ്ത്തും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോട്ടീസ് ചെയ്ത് വെക്കാം. അതിൻ്റെ കമ്പാരിസൺ എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജ് ആയിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നാൽ മതി. ജസ്റ്റ് വാട്സപ്പിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നാൽ മതി. ഓക്കെ, ശരി. പാരലൽ റെസൊണൻസ് ഹെഡിങ് കൊടുക്കുക. പാരലൽ റെസൊണൻസ്. ഈ പാരലൽ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം എ സി പാരലൽ സർക്യൂട്ട് നമ്മൾ തുടങ്ങുകയാണ്. എ സി പാരലൽ സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ സിസ്റ്റം എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് എല്ലാ സർക്യൂട്ടും എന്തുമാണ്, പാരലാണ്. സോ നമ്മുടെ വീട്, ഇപ്പം എൻ്റെ വീട്, ഇപ്പം മറ്റൊരാളുടെ വീട്, അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണ് ലോഡ് കണക്ട് ചെയ്യുന്ന പാരലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഫേസർ ഡയഗ്രാം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസർ ഡയഗ്രാമാണ്. കാര്യം പ്രാക്ടിക്കലി നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത് പാരൽ ആയതുകൊണ്ടും പാരൽ സർക്യൂട്ട്, എ സി സർക്യൂട്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഫേസർ ഡയഗ്രാം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ അതിൻ്റെ പാരൽ സർക്യൂട്ട് ഫേസ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സീരീസിൻ്റെ വരച്ചായിരുന്നു, പക്ഷെ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ച കാര്യങ്ങൾ തന്നെയാണ് സീരീസിൽ. RL ആണോ RC ആണോ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചില്ലേ. RL സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് ഇവിടെ കറണ്ട് ലാഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അതെവിടെയാണ്? നമ്മുടെ സീരീസ് സർക്യൂട്ടിൽ. ഓക്കെ, പാരലിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പാരലിൽ അവിടെ നമ്മൾ കറണ്ട് റെഫറൻസ് ആക്കിയാണ് വരച്ചത്. ഓർമ്മയുണ്ടാവും ഞാൻ നിങ്ങൾക്ക് വരച്ചിരുന്നത് സീരീസിൽ ഞാൻ കറണ്ട് റെഫറൻസ് ആക്കിയിട്ട് വോൾട്ടേജ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ്, പ്യുവർ റെസിസ്റ്റീവ് ലോഡ്, പ്യുവർ കപ്പാസിറ്റീവ് ലോഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. RLC. അപ്പം ഞാൻ വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനിങ്ങനെയാണോ ഈ ഒരു കണ്ടീഷൻ വെച്ചാണ് വരച്ചത്. ഏതാണ്? കറണ്ട് ലീഡ്, അതായത് കറണ്ട് ലീഡും കറണ്ട് ലാഗും വെച്ചിട്ട് വോൾട്ടേജ് റെഫറൻസ് ആക്കിയാണ് വരച്ചത്. അത് ജസ്റ്റ് കറണ്ട് ലാഗായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വോൾട്ടേജ് റെഫറൻസ് ആക്കി റഫായിട്ട് വരച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരച്ചതാണ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ഡയഗ്രാം. RL നെറ്റ്വർക്കിൻ്റെ ഫേസ് നിങ്ങൾ നോക്കിയാൽ മതി. RL നെറ്റ്വർക്കിൻ്റെ ഫേസ് ഡയഗ്രാം നിങ്ങൾക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. RL നെറ്റ്വർക്കിൻ്റെ ഫേസ് ഡയഗ്രത്തിൽ നിങ്ങൾ എന്താണ് കറണ്ട് റെഫറൻസ് ആക്കിയാണ് വരച്ചേക്കുന്നത് അല്ലേ? കറണ്ട് റെഫറൻസ് ആക്കിയിട്ടല്ലേ വോൾട്ടേജ് അല്ലേ ലീഡും ലാഗും ചെയ്യിപ്പിച്ചേ അല്ലേ? അപ്പോൾ അവിടെ കറണ്ട് റെഫറൻസ് ആക്കിയാണ് വരയ്ക്കുക. എന്തുകൊണ്ടത്? സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞു RLC വെറുതെ ഒരു RLC ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം വോൾട്ടേജ് റെഫറൻസ് ആക്കിയിട്ട് ആറാകുമ്പോൾ ഇൻ ഫേസ് അല്ലേ, എല്ലാം ആകുമ്പോൾ ലാഗ് ബൈ 90 ഡിഗ്രി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കണ്ടീഷനാണ്? ആറും എല്ലും സിയും മാത്രമായിട്ട്, ആറ് മാത്രമായിട്ട്, എല്ല് മാത്രമായിട്ട്, സി മാത്രമായിട്ടുള്ള കണ്ടീഷൻസാണ് നമ്മളവിടെ പഠിച്ചത്. അതുപോലെ വോൾട്ടേജ് കറണ്ട് ലീഡ് വരുന്നത് കപ്പാസിറ്റർ വരുമ്പോൾ അല്ലേ, ഇത് മൂന്നും RLും സിയുടെയും ഫേസ് ഡയഗ്രാംസ് ആണ്. അവിടെ നമ്മൾ വോൾട്ടേജ് റെഫറൻസ് ആക്കിയാണ് വരച്ചത്. ഓക്കെ, കറണ്ട് ലാഗ് ലീഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ നമ്മൾ RL സർക്യൂട്ടിൻ്റെ ഫേസ് ഡയഗ്രാം വരച്ചപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ആ സർക്യൂട്ട് ഉണ്ടെങ്കിൽ മനസ്സിലായാൽ മതി, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഞാൻ പിന്നീട് ഒരു മറ്റു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ വരച്ചേ? കറണ്ട് റെഫറൻസ് ആക്കിയാണ് വരച്ചത്. അവിടെ വോൾട്ടേജ് ലീഡും വോൾട്ടേജ് ലാഗും ഒക്കെ ചെയ്യിപ്പിച്ചാണ് നമ്മൾ വരച്ചത്. ഓക്കെ, അത് സീരീസിൽ അപ്പോൾ റെഫറൻസ് വരയ്ക്കുന്ന ആരാണ്? കറണ്ട്. വോൾട്ടേജ് പാരലിലെ വോൾട്ടേജ് ആണ് റെഫറൻസ് വരയ്ക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ അപ്ലൈഡ് വോൾട്ടേജ് ഇല്ലേ, B എന്ന് പറഞ്ഞ വോൾട്ടേജ്, B1 അല്ല, B എന്ന് പറയുന്ന വോൾട്ടേജ്, അത് റെഫറൻസ് ആക്കി വരച്ചിട്ടാണ് ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നത്. നോക്കാം, നമുക്ക് ആദ്യം വോൾട്ടേജ് വരയ്ക്കുക. ശ്രദ്ധിക്കുക, നമ്മളിതിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പോവുക. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് I ആണ്. ഓക്കെ, I ആണ്. ഇത് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ഞാൻ IL എന്ന് വിളിക്കുകയാണ്, I1 എന്ന് വിളിക്കുകയാണ്. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് I2 എന്ന് വിളിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഇതിനെ ഞാൻ I1 എന്നും ഇതിനെ ഞാൻ I2 എന്നും വിളിക്കുകയാണ്. I1ഉം I2. ക്ലിയർ? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വോൾട്ടേജ് റെഫറൻസ് ആക്കി വരയ്ക്കുകയാണ്. വോൾട്ടേജ് റെഫറൻസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലോഡ് എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് ഒരു പ്യുവർ കപ്പാസിറ്റർ ആണെന്ന് വെച്ചോ, ഇതൊരു പ്യുവർ കപ്പാസിറ്റി ലോഡാണെന്ന് വെച്ചോ. അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ പവർ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്, ഈ ലോഡിൻ്റെ ഫേസ് ആംഗിൾ, ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ഫേസ് ആംഗിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ലാഗ്. 30, അതായത് ലാഗിങ് പവർ ഫാക്ടർ ലോഡാണെന്ന് വെച്ചോ. ഇതും ലാഗിങ് പവർ ഫാക്ടറുള്ള ലോഡെന്ന് വെച്ചോ. ഇതൊരു 60 ഡിഗ്രി ലാഗുള്ള രണ്ട് ലോഡാണെന്ന് വെച്ചോ. ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നതാണ്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, എന്നാലും പറയാൻ വേണ്ടിയിട്ട്, കാര്യം മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വോൾട്ടേജ് റെഫറൻസ് വെച്ചു. എന്തുകൊണ്ട് വോൾട്ടേജ് റെഫറൻസ് വരച്ചു? പാരലിൽ നമ്മൾ വരയ്ക്കുന്നത് വോൾട്ടേജ് ആണ്, സീരീസ് നമ്മൾ റെഫറൻസ് എടുക്കുന്നത് കറണ്ടാണ്. അപ്പോൾ പാരലിൽ വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കറണ്ട് I1 ഉണ്ട്, I2 ഉണ്ട്, രണ്ട് കറണ്ട് ഉണ്ട്. ആദ്യം ഞാൻ I1 വരയ്ക്കണം. ഓക്കെ, എന്താണ് പറഞ്ഞത്?
രണ്ട് പാരലൽ സർക്യൂട്ട്സ്, അതായത് രണ്ട് പാരലൽ ലോഡ്സ് കണക്ട് ചെയ്തേക്കാണ്. ഫസ്റ്റ് ലോഡ് അതായത് ഇവന്റെ ലോഡ് ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി ലാഗാണ്. അടുത്തവന്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ലാഗാണ്. 60 ഡിഗ്രി ലാഗാണ്. രണ്ട് ലാഗിങ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് ഫേസ് ഡയഗ്രത്തിൽ എങ്ങനെ വരയ്ക്കുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് 30 ഡിഗ്രി ലാഗ്. I1 എന്ന് പറയുന്നത് എവിടെ റെഫറൻസ് എടുക്കുന്നത് എന്താണ്? വി ആണ് റെഫറൻസ് ആക്കി എടുത്തത്. സോ വിയിൽ നിന്ന് 30 ഡിഗ്രി ലാഗ്. 30 ഡിഗ്രി ലാഗ്, ഇത്രയും 30 അല്ലേ? 30 ഡിഗ്രി ലാഗ്, അത് നമുക്ക് I1 കിട്ടും. ഓൾസോ രണ്ടാമത്തെ കറണ്ട് I2 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? രണ്ടാമത്തെ കറണ്ട് I2 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 60 ഡിഗ്രി ലാഗ്. സോ റെഫറൻസിൽ നിന്ന് 60 ഡിഗ്രി മാറിയിട്ട് ഏകദേശം ഇവിടെ വരും I2. ഇത് എത്രയാണ്? ഇവിടെ നിന്നാണ് 60 അല്ലേ? രണ്ട് കറണ്ട് വരച്ചില്ലേ? ഇതാണ് ഇതിന്റെ ഫേസ് ഡയഗ്രാം. അപ്പോൾ പിന്നെ ടോട്ടൽ കറണ്ട് എങ്ങനെ കാണിക്കും? ടോട്ടൽ പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കേ, ഇവിടുന്ന് ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇതിന് പാരലായിട്ട് റിസോൾവ് ചെയ്യുക. രണ്ടിനെയും രണ്ട് I1 I2 സമ്മല്ലേ? I1 I2 സമ്മല്ലേ? നമുക്ക് വെറുതെ കൂട്ടാൻ പറ്റുമോ? ഇല്ല, വെക്ടർ അഡീഷനേ പറ്റത്തുള്ളൂ. ഇത് രണ്ടും കൂടെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, വെക്ടർ അഡീഷനേ പറ്റത്തുള്ളൂ. സോ വെക്ടർ അഡീഷനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക, ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഈ കിട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ ടോട്ടൽ കറണ്ട്, അതായത് I1 പ്ലസ് I2. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ I. ഇവൻ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് അല്ലേ? ഇതാണ് അതിന്റെ ഫേസ് ഡയഗ്രാം. അപ്പോൾ ഒരു പാരലൽ സർക്യൂട്ട് ഞാൻ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് ചോദിക്കത്തില്ല, പക്ഷേ ചോദിക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും: വാട്ട് ഈസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ എൻറ്റയർ ലോഡ്, അല്ലെങ്കിൽ പവർ ഫാക്ടർ. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും? ഒരു സെക്കൻഡ്. എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പവർ ഫാക്ടർ ഓഫ് ദ എൻറ്റയർ ലോഡ് എന്ന് ചോദിക്കും. പവർ ഫാക്ടർ ഓഫ് ദ ടോട്ടൽ പവർ ഫാക്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പവർ ഫാക്ടറിന്റെ ഫോർമുല എന്താണ്? cos 5. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻറ്റയർ ലോഡിന്റെ ഫേസ് ആംഗിൾ എത്രയായിരിക്കും? ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫൈ എന്തുമായിരിക്കും എന്ന് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുകൂടെ പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യുക. എന്തുമായിരിക്കും? ഞാനിപ്പോൾ പറഞ്ഞെന്തായിരുന്നു? രണ്ട് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലോഡാണ് ഇത്, സെക്കൻഡ് ലോഡാണ് ഇത്. ഈ രണ്ട് ലോഡിലോട്ടും I1 I2 എന്ന് പറഞ്ഞാൽ രണ്ട് കറണ്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ലാഗ് ബൈ 30 ആണ്, രണ്ടാമത്തത് ലാഗ് ബൈ 60 ആണ്. അപ്പോൾ ഫസ്റ്റ് ലാഗ് ബൈ 30 ആകുമ്പോൾ ഞാൻ 30 ഡിഗ്രി ലാഗ് ചെയ്ത് വരച്ചു I1. അടുത്ത് I2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ലാഗ് ചെയ്ത് വരച്ചു. രണ്ടാമത്തതാണ് വൈറ്റ് കളറിൽ I2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ലാഗ് ചെയ്ത് വരച്ചു. അപ്പോൾ I1 I2 കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടറിനെ റിസോൾവ് ചെയ്തു, അതായത് പാരലൽ അഡിഷൻ ചെയ്തു, അതായത് വെക്ടർ അഡിഷൻ ചെയ്തു. രണ്ടിനെ വെക്ടർ അഡിഷൻ ചെയ്തു. ഇതിന് പാരലായിട്ട് ഇവിടെ വരച്ചു, ഇതിന് പാരലായിട്ട് ഇവിടെ വരച്ചു. അത് രണ്ട് റിസോൾവ് ചെയ്ത് കിട്ടിയതാണ് ഇത്. ക്ലിയർ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ആംഗിൾ എന്താണ്? ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റയർ ലോഡിന്റെ പവർ ഫാക്ടറാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. എൻറ്റയർ ലോഡിന്റെ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ വരിക? ടോട്ടൽ കറണ്ടും അപ്ലൈഡ് വോൾട്ടേജ് നമ്മളുള്ള ഫേസ് ആംഗിൾ കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് cos 5 കിട്ടും. ആ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ വോൾട്ടേജ് താടപ്പുണ്ട്, ടോട്ടൽ കറണ്ട് താടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളല്ലേ എടുക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും വരിക? 5 എന്ന്. ഇത് റെസൊണൻസിന്റെ ടോപ്പിക് അല്ല ആക്ച്വലി, ഇത് പാരലൽ സർക്യൂട്ടിന്റെ ഫേസ് ഡയഗ്രാമാണ്. ഞാൻ അവിടെ സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പാരലൽ സർക്യൂട്ടിന്റെ ഫേസ് ഡയഗ്രാമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്? ഇത് ടോട്ടൽ പവർ ഫാക്ടറാണ്, സർക്യൂട്ടിന്റെ മുഴുവനായിട്ടുള്ള സർക്യൂട്ടിന്റെ പവർ ഫാക്ടറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ വോൾട്ടേജിനും ഈ ടോട്ടൽ കറണ്ടിനും അക്രോസ് ഉള്ള ആംഗിളാണ്. അത് എത്രയായിരിക്കും? ഇത്രയും 30 നമുക്കറിയാം. ഇത്രയും എത്രയായിരിക്കും? ഇത് മുഴുവനായിട്ട് 60, അതിൻ്റെ പകുതിയല്ലേ? അപ്പോൾ അത് 30 അല്ലേ? ആക്ച്വലി ഞാനിപ്പോൾ വേറൊരു ഇങ്ക് കൊണ്ട് വരയ്ക്കാൻ നോക്കി. ഇത് എത്രയാണ്? 30. ഇത് എത്രയാണ്? 60/2. സോ 30. അപ്പോൾ ഇത് മുഴുവൻ എത്രയാണ്? 60. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ കറണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് ഇവിടെ കൊടുക്കേണ്ടത്, ടോട്ടൽ പവർ ഫാക്ടർ. സോ cos 60 എന്ത് വരും? 1/2 അല്ലേ? cos 60 1/2 അല്ലേ? അപ്പോൾ നമുക്ക് 1/2, 0.5 പവർ ഫാക്ടർ. ഓക്കെ, ലാഗാണോ ലീഡാണോ? cos 60 അല്ലേ? ലാഗാണോ ലീഡാണോ വരുന്നത്? നമുക്ക് ലാഗ് ആയിരിക്കും. എന്തുകൊണ്ട് ലാഗ് വന്നത്? 0.5 ലാഗ് വന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ റിസൾട്ടന്റ് കറണ്ട് ഇപ്പോഴും വോൾട്ടേജിന്റെ മേളിലാണ് കിടക്കുന്നത്, അല്ല താഴെ തന്നെയാണ്. രണ്ട് ലാഗിങ് പവർ ഫാക്ടർ ലോഡ് വരുമ്പോൾ തീർച്ചയായിട്ടും ലാഗിങ് ആയിരിക്കും. മനസ്സിലായോ? അത് പവർ ഫാക്ടർ ലാഗിങ് തന്നെയാണ്. ക്ലിയർ? ഇതാണ് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ലോഡ് വരുമ്പോൾ ഓക്കെ, ഇവിടെ എന്തുമായിരിക്കും? ഇവന്റെ പവർ ഫാക്ടർ ശ്രദ്ധിക്കുക. നോക്കിയേ, ഇവന്റെ പവർ ഫാക്ടർ എത്രയായിരിക്കും? ഫസ്റ്റ് കേസിന്റെ പവർ ഫാക്ടർ 30 അല്ലേ? 0.85.
0.85 ആണെന്ന് വരുന്നു. അല്ല കോസ് 30 0.85 അല്ലേ? √3/2 കോസ് 30 √3/2 വരുമ്പോൾ 0.85 0.86 0.85 ഓക്കെ. ഇവിടെ എന്ത് വരും? കോസ് 60 എന്ന് പറയുമ്പോൾ 0.5 അല്ലേ? കോസ് 60 0.5. അപ്പോൾ ഇത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് വരുമ്പോൾ നമുക്ക് 0.5 ലാഗ് തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, കറക്റ്റല്ലേ? നമ്മൾ വരച്ച കറക്റ്റല്ലേ? ഓക്കെ ഓക്കെ. ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം അത് വരത്തില്ല. ഓക്കെ, നമ്മളിവിടെ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇത് മുഴുവനായിട്ടുള്ള ആംഗിളാണ് 60. ഇതോട്ട് ഇതുവരെയുള്ള ആംഗിളാണ് 60. ഞാൻ ഇത്ര ആംഗിളാണ് 60 എടുത്തത്. അത് 30 ആണ് കേട്ടോ. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇത്രയും ആംഗിളാണ് 30. 60 ഇതോട്ട് ഇതുവരെയുള്ള ആംഗിൾ അല്ലേ? മുഴുവനായിട്ട് ഇതുവരെയുള്ള ആംഗിൾ അല്ലേ 60 എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ ഇതിനിടയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ 30 ആണ് അല്ലേ? ഇത് മുഴുവനായിട്ട് 30 ആണ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അത് ചെറിയൊരു തെറ്റുണ്ട്. അത് ഞാൻ 60 എടുത്തത് ഇത് മുഴുവനായിട്ട് 60 എടുത്താൽ 60 അല്ല അത്. ഓക്കെ, ഇവിടെ നിന്നാണ് 60 മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് ഇത് ഇത്ര ആംഗിൾ എത്രയായിരിക്കും? 60 മൈനസ് 30. ഇത്രയും 30 പോയി കഴിഞ്ഞാൽ ബാക്കി 30 തന്നെ അതിനകത്ത് വരും. ഇത്ര ആംഗിൾ എന്ന് പറയുന്നത് 30 തന്നെ ആയിരിക്കും. ആ 30യുടെ പകുതി എത്രയായിരിക്കും വരിക? 15. അപ്പോൾ ഇവിടെ ഓൾറെഡി 30 ഉണ്ട്. 30 + 15 45 ആണ് വരുന്നത് കേട്ടോ. സോറി, അതൊരു തെറ്റുണ്ട്. 60 അല്ല, അത് 45 ആണ് കേട്ടോ ആംഗിൾ. അത് മെഷർ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. 45 ആണ്. കോസ് 45 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് 1/√2 വരും അല്ലേ? കോസ് 45 1/√2 അല്ലേ? 45 1/√2 കോസ് 45 ഓക്കെ, യെസ് 1/√2. അപ്പോൾ നമുക്ക് 1/√2ൻ്റെ ആയിരിക്കും പവർ ഫാക്ടർ വരിക. 1/√2 എന്ന് പറയുമ്പോഴേ 0.707 അല്ലേ? 0.707 ആയിരിക്കും പവർ ഫാക്ടർ വരിക. ഓക്കെ, ഈ റേഞ്ചിലായിരിക്കും പവർ ഫാക്ടർ വരുന്നത്. ഓക്കെ, എൻ്റയർ ലോഡിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിലായിരിക്കും. ക്ലിയർ? അവിടെ ഒരു മിസ്റ്റേക്ക്, അത് നിങ്ങൾ ക്ലിയർ ആക്കിക്കോണം. എന്താ പറഞ്ഞത്? ഈ ആംഗിളാണ് ഞാൻ, അത് എന്താണ് തെറ്റ് ഞാൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവനായിട്ട് എടുത്ത ആംഗിളാണ് 60 തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ എടുത്തത് ഈ ആംഗിൾ 60 ആയിട്ട് എടുത്തു പോയി. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ വരച്ചാലും കുഴപ്പമില്ല. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നോക്കിയാൽ മനസ്സിലാവത്തില്ല. ഒന്നുകൂടെ വേഗം ഒന്ന് ഞാൻ വരയ്ക്കാം ആ സർക്യൂട്ട്. കാര്യം ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഫ്യൂച്ചറിൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ റിസോൾവ് ഒക്കെ ചെയ്ത് ആംഗിൾ കണ്ടുപിടിച്ചൊക്കെ എഴുതേണ്ട ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും ട്രാൻസ്ഫോമർ നോ ലോഡ് കറണ്ട് കണ്ടുപിടിക്കുന്നതിലൊക്കെ. അപ്പം നിങ്ങൾക്ക് അധികം കോംപ്ലക്സ് ഫോമിലൊന്നും എഴുതാതെ കോംപ്ലക്സിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ ഒരുപാട് സമയം എടുക്കും. അല്ലാതെ നമുക്ക് ഈ പടം മാത്രം വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കോസിൻ്റെ വേരിയസ് കോസ് 30 കോസ് 45 കോസ് 60 കോസ് 120 വേരിയസ് വാല്യൂസ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെയാണ് വരച്ചത്? ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ആദ്യം വോൾട്ടേജ് റെഫറൻസ് ആക്കി വരച്ചു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് I1 എത്ര ആംഗിളാണ്? 30 ആംഗിൾ ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0.85 പവർ ഫാക്ടർ ലാഗാണ് ആ ലോഡിൻ്റെ പവർ ഫാക്ടർ. സോ അതിനെ ഞാൻ 30 ആംഗിൾ ലാഗ് ചെയ്ത് വരച്ചു I1. അത് കഴിഞ്ഞ് രണ്ടാമത്തത് 60 ആണ്. ഇവിടെ നിന്നാണ്, ഇവിടെ ഇത്രയും 30 ആണ്. അവിടെ നിന്ന് നമ്മൾ 60 എടുത്ത് വരച്ചു. ഇത് നമ്മുടെ I2 ആണ്. ഇത് മുഴുവനായിട്ട് എത്രയാണ്? 60 ആണ്. ഓക്കെ, മുഴുവനായിട്ട് 60 ആണ്. ഇനി എന്ത് ചെയ്തു? രണ്ട് കാരണം കൂടെ കൂട്ടാനായിട്ട് ഇതിനെ പാരലായിട്ട് ഇവിടെ നിന്ന് വരച്ചു, ഇവിടെ നിന്ന് പാരലായിട്ട് ഇവിടെ നിന്ന് വരച്ചു. റിസോൾവ് ചെയ്ത ആംഗിൾ എത്ര? റിസോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് ടോട്ടൽ I ആയിരിക്കും. രണ്ട് കാരണം കൂടെ I1 I2 കൂട്ടുമ്പോൾ. ഇനി ഈ Iയും ഈ ടോട്ടൽ വോൾട്ടേജ് നമ്മളുള്ള ആംഗിളാണ് ടോട്ടൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് എത്രയാണ്? 30 എന്ന് നമുക്കറിയാം. ഇത് മുഴുവനായിട്ട് എത്രയാണ്? 60 എന്നറിയാം. അപ്പം ഇതിനകത്തുള്ള ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 60/2 അല്ലേ? ഇവിടെ 30 അല്ലേ? അപ്പോൾ 16 30 പോയാൽ ഇതിനകത്തും 30 ആണ്. ആ 30യുടെ പകുതി എത്രയാണ്? 15. കറക്റ്റ് അല്ലേ? 15. ആ 15 പ്ലസ് ഇവിടെ എന്താണ്? 30. അപ്പോൾ എത്ര കിട്ടും? ഇത് തൊട്ട് I തൊട്ട് V വരെയുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടും? 45. ആ ആംഗിൾ 45. അപ്പം എക്സാക്ട് ലോഡ് ആംഗിൾ എന്ന് പറയുന്നത്, ലോഡിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എൻ്റയർ ലോഡിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. കോസ് 45 എന്ന് പറഞ്ഞാൽ 0.707 ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരുപക്ഷെ ശ്രദ്ധിക്കത്തില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കാം. അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടും. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് മാനുവൽ എറർ ഉണ്ടാവാം. അപ്പോൾ ആ എറർ നിങ്ങൾ ഐഡൻറ്റിഫൈ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കോസ് 45 ആയിരിക്കും നമുക്ക് കിട്ടുന്ന പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ജസ്റ്റ് പാരലലിൻ്റെ ഫേസ് ഡയഗ്രവും എങ്ങനെ രണ്ട് കറണ്ട് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ് ഇതെല്ലാം സംഭവിക്കുന്നത് ലോഡിനനുസരിച്ചായിരിക്കും സംഭവിക്കുന്നത്.
ലോ ഇതിപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഒരു പവർ ഫാക്ടർ ജസ്റ്റ് റഫ് വാല്യൂസ് എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഇതിന് എഴുതാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരി ശരി, നോക്കിക്കോ. അപ്പം അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോഴേ റെസൊണൻസ്, നമുക്ക് ഇനി പാരലൽ റെസൊണൻസിലേക്ക് പോകാം. പാരലൽ റെസൊണൻസ് ഈ പാരലൽ റെസൊണൻസിൽ നമ്മൾ ജനറലൈസ് ചെയ്ത ഒരു സർക്യൂട്ട് ഉണ്ട്. ജനറലൈസ് ചെയ്ത സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാം, പ്യുവർ ആയിട്ട്, അതായത് നമുക്ക് പ്രാക്ടിക്കലി പ്യുവർ ഇൻഡക്ടർ എന്ന് പറഞ്ഞ സംഭവമേ ഉള്ളൂ. പ്യുവർ ഇൻഡക്ടർ എന്ന സംഭവമില്ല. പ്രാക്ടിക്കൽ ഇൻഡക്ടറിൽ എന്താണ്, ഒരു റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഡക്ടർ വരയ്ക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി അതിന് റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവും, അല്ലേ? ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കപ്പാസിറ്റർ വരയ്ക്കുമ്പോൾ സപ്പോസ് കപ്പാസിറ്ററിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടുള്ള, ഇതാണ് വരാവുന്നതിൽ ഏറ്റവും പാരലൽ റെസൊണൻസ്, ഒരു റെസൊണൻസ് സർക്യൂട്ടിൽ വരാവുന്നതിൽ ഏറ്റവും എല്ലാ കമ്പോണൻസും ഉള്ള സർക്യൂട്ട് ഇതാണ്. എങ്ങനെ വരാം? ഒരുപക്ഷെ റെസൊണൻസ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമായിട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ടർ കപ്പാസിറ്റർ മാത്രമായിട്ട് തരാം. ഇതിനെന്ത് വിളിക്കും? ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കും, അല്ലേ? ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. LC ഓസിലേറ്റേഴ്സിനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സംഭവങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇപ്പം അത് വേണ്ട, വേണമെങ്കിൽ അതും നമുക്ക് റിസോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. റെസൊണൻസ് കണ്ടീഷൻ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓസിലേഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ ഓഫ് റെസൊണൻറ്റ് ഫ്രീക്വൻസി, അതിൻ്റെ ഫോർമുലയുടെ ഡെറിവേഷൻ ആണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പറയും ഫോർമുല മാത്രം പഠിച്ചാൽ പോരെ, ഫോർമുല മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫോർമുല ആയിരിക്കും, ഇങ്ങനൊരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫോർമുല ആയിരിക്കും. മനസ്സിലായല്ലോ? ഓരോ സർക്യൂട്ടിനും ഓരോതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതെല്ലാം ഒരൊറ്റ ഫോർമുലയാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഓരോ ഫോർമുലയ്ക്ക് വരുത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് ആ ഫോർമുല ഡെറിവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫോർമുലയുടെ ഡെറിവേഷൻ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഞാൻ ബേസിക് വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പം ഏകദേശം ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് ഇപ്പം അറിയാം. പാരലൽ സർക്യൂട്ടിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ ഇപ്പം നിങ്ങൾക്ക് അറിയാം, അല്ലേ? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവഴി പോകുന്ന കറണ്ടിനെ ഞാൻ I1 എന്ന് പേര് വിളിച്ചു, ഇതുവഴി പോകുന്ന കറണ്ടിനെ I2 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ R1 എന്ന് വിളിച്ചു, ഇതിനെ L എന്ന് വിളിച്ചു, ഇതിനെ C എന്ന് വിളിച്ചു, ഇതിനെ R2 എന്ന് വിളിച്ചു. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്, AC വോൾട്ടേജ് ആണ്. ACക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ക്ലിയർ? ഓക്കെ, പറയുന്നത് ശ്രദ്ധിക്കുക. ACക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രാം, അതേ ഫേസ് ഡയഗ്രാം വരയ്ക്കുകയാണ്. നോക്കിയേ, ആദ്യം വരയ്ക്കുന്ന ആരായിരിക്കും റെഫറൻസ് വരേണ്ടത്? വോൾട്ടേജ്. റെഫറൻസ് വരേണ്ടത് വോൾട്ടേജ്, റെഫറൻസ് വരേണ്ട വോൾട്ടേജ് ആണ്. ഓക്കെ, ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ് കേട്ടോ. ഓക്കെ, വോൾട്ടേജ്. ഇനി എന്ത് ചെയ്യും? അടുത്തെന്താ ചെയ്യുന്നത്? 2 കറണ്ട് ഉണ്ട്. ഈ I2 എന്ന കറണ്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ I2 ലാഗ് ആയിരിക്കോ ലീഡ് ആയിരിക്കോ? കപ്പാസിറ്റർ ഇരിക്കുന്നതുകൊണ്ട് RC സർക്യൂട്ട് ആയതുകൊണ്ട് ആ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്ലൈ വോൾട്ടേജിനെ ലീഡ് ചെയ്ത് നിൽക്കും, അല്ലേ? ലീഡ് ചെയ്തിട്ടായിരിക്കും ആ കറണ്ട് പോവുക. അപ്പോൾ എന്താണ്? ആ കറണ്ട് ലീഡിങ് കറണ്ട്. ലീഡ് ബൈ 90 ഡിഗ്രി ആയിരിക്കും, ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല, അത് ലീഡ് ബൈ സം ആംഗിൾ ആയിരിക്കും. കാരണം എന്താണ്? ദ പ്രസൻസ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ആ കറണ്ട് എന്ന് പറഞ്ഞാൽ I2 എന്ന് പറഞ്ഞാൽ ലീഡ് ബൈ സം ആംഗിൾ. അതിനെ നമുക്ക് Φ2 എന്ന് വിളിക്കാം. ക്ലിയർ? Φ2 എന്ന് വിളിക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് നോക്കിയേ, I1 എന്ന ഫസ്റ്റ് കറണ്ട് നോക്കിയേ. I1 എന്ന് പറയുന്നത് കാരണം RL സർക്യൂട്ടിലാണ് കൂടെ പോകുന്നത്, അല്ലേ? RL സർക്യൂട്ടിലൂടെ പോകുന്നത്. ആ കറണ്ട് എന്തുമായിരിക്കും? ലീഡായിരിക്കും ലാഗ് ആയിരിക്കും? ആ കറണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ആ കറണ്ട് എന്ന് പറഞ്ഞാൽ ലാഗ് ആയിരിക്കും. ലാഗ് ബൈ, കാര്യം RL ആണ്, ലാഗ് ബൈ സം ആംഗിൾ, അല്ലേ? ലാഗ് ബൈ സം ആംഗിൾ I2. നമുക്ക് I2 എന്ന് പറയാം. സോറി, I1 അല്ലേ? ഫസ്റ്റ് കറണ്ട് അല്ലേ? ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ Φ1 ആണ്. ഇനി ഇതിനെ റിസോൾവ് ചെയ്യാം. നമുക്ക് ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് റിസോൾവ് ചെയ്തെടുക്കുക ഈ വെക്ടറിൻ്റെ, അല്ലേ? നിങ്ങൾക്ക് പറയാം കോസ് വരുന്ന സൈഡിലുള്ള ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? I2 കോസ് ഫൈ. ഇവിടുത്തെ ഇത് റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ ലെന്ത് I1 കോസ് ഫൈ. Φ1, ഇത് Φ2. ഇതിനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യാമല്ലോ. ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ സൈഡിലോട്ട് റിയാക്റ്റീവ് പാർട്ട്, ഇതാണ് ആക്റ്റീവ് പാർട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ കറണ്ടിനെ നമ്മൾ റിസോൾവ്, ഇപ്പോൾ കറണ്ടിനെ റിസോൾവ് ചെയ്യാൻ കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും കിട്ടില്ല. ഇവിടെ എന്ത് കിട്ടും? I2 സൈൻ Φ2 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ I1 സൈൻ Φ1 എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ഇത്രയും ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഈ കോസ് കമ്പോണൻറ്റ് നമ്മൾ ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് എന്ന് പറയും കേട്ടോ. അതും ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് എന്ന് ചോദിക്കും.
മറ്റേത് റിയാക്റ്റീവ് പാർട്ട് ഓഫ് കറണ്ട്, റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറണ്ട്, അല്ലെങ്കിൽ ഇമേജിനറി പാർട്ട്. ഓക്കെ, ശരി. അടുത്ത് ഈ ഒരു ഫേസ് ഡയഗ്രം വരച്ചിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസോൾവ് ചെയ്യാം. എങ്ങനെ? ഇവിടെ പാരലായിട്ട് വരച്ച് കറണ്ടൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇപ്പം ആവശ്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഇത് നോർമലി ഉള്ള ഫേസ് ഡയഗ്രാമാണ്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ ഇവന്റെ ഈ റിയാക്റ്റീവ് കമ്പോണന്റിലെ അത് രണ്ടും ഈക്വൽ ആവും. അതായത് ഈ റിയാക്റ്റീവ് പാർട്ടും ഈക്വൽ ആവും. അത് ഓപ്പോസിറ്റ് ഫേസസ് ആയതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. മനസ്സിലായോ? രണ്ട് ഫേസസും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. അതായത് രണ്ട് ഈക്വൽ ആവും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇതിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവും. therefore I1 sin phi 1 is equal to I2 sin phi 2. ഓക്കെ, പല രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഞാൻ ഇത് ജനറലൈസ് ചെയ്തുള്ള രീതിയിലാണ്, ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് രീതിയിലാണ് ഡെറൈവ് ചെയ്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾ ബിടെക്കിന് ചിലപ്പം ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടാവുന്നത് ഇംപെഡൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും. അങ്ങനെയും ചെയ്യാം, നമ്മൾ വെറുതെ സമയം കളയണ്ട. പക്ഷെ അതിനകത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇതിലിപ്പോൾ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റെസൊണൻസ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അറ്റ് റെസൊണൻസ്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി വേരി ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ഈ റിയാക്റ്റീവ് പാർട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആവും. സോ I1 sin phi ഈക്വൽ ടു I2 sin phi. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് I1? ഞാൻ ചോദിക്കട്ടെ, I1 ഇത്രയും പോർഷൻ്റെ ഇംപെഡൻസ് Z1 എന്ന് വിളിച്ചോ കേട്ടോ. ഇത്രയും പോർഷൻ്റെ ഇംപെഡൻസ് Z2 എന്ന് വിളിച്ചോ. Z1 Z2, മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയട്ടെ, എന്തായിരിക്കും I1? നോക്ക്, ഇവിടുത്തെ വോൾട്ടേജ് V ആണെങ്കിൽ V ബൈ Z1 അല്ലേ I1? പാരലല്ലേ, വോൾട്ടേജ് സെയിം ആയിരിക്കില്ലേ? V ബൈ Z1 അല്ലേ I1? അപ്പോൾ I1 പകരം V ബൈ Z1 എന്ന് എഴുതി കൂടെ? V ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സൈൻ ഫൈ ഒന്നും തൽക്കാലം അങ്ങനെ എഴുതിയാൽ മതി. ഈസിക്കൽ ടു I2 എന്ത് എഴുതാൻ പറ്റും? V ബൈ Z2 എന്ന് എഴുതി കൂടെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. V ബൈ Z2 സൈൻ ഫൈ. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? I1 സൈൻ ഫൈ ഈക്വൽ ടു I2 സൈൻ ഫൈ 2. അവിടെ നമ്മൾ I1 V1 ബൈ Z കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ സൈഡിൽ എഴുതിക്കോ, I1 ഈക്വൽ ടു V ബൈ Z1, I2 ഈക്വൽ ടു V ബൈ Z2. രണ്ട് വാല്യൂസും എഴുതിക്കോളണേ. അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ സൈൻ ഫൈ 1 സൈൻ ഫൈ 2 എന്താണ്? നോക്കേ, നിങ്ങൾക്ക് ഇംപെഡൻസ് ട്രയാങ്കിൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, RL-നും RC-ക്കും അല്ലേ? RL-ന്റെ ഇംപെഡൻസ്, ഇത് ഫസ്റ്റ് RL സർക്യൂട്ടാണ്. RL സർക്യൂട്ടിന്റെ ഇംപെഡൻസ് ട്രയാങ്കിൾ എങ്ങനെയാണ് പഠിച്ചത്? ഓർമ്മയുണ്ടാവും. R XL Z അല്ലേ? ഇതിനെ ഫൈ എന്ന് വിളിച്ചു. ഓർമ്മയുണ്ടോ? ഓക്കെ, ഇവിടെ എന്താ? ഇതിപ്പോൾ ഫസ്റ്റ് RL സർക്യൂട്ടിൻ്റെയാണ്. അപ്പോൾ Z1 R1 XL ഒന്നല്ലേ ഉള്ളൂ. ഇൻഡക്ടർ XL എന്ന് തന്നെ എഴുതിയാൽ മതി, ഒന്നിടണ്ട അല്ലേ? R1 ഇതിൻ്റെ എൻ്റെ ഇംപെഡൻസ് Z1 ഫൈ 1. അപ്പോൾ സൈൻ ഫൈ 1 എന്തായിരിക്കും ഇവിടെ? വരച്ചെടുക്കണം കേട്ടോ. ഇത് ഇംപെഡൻസ് ട്രയാങ്കിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, പഠിക്കാത്തവർക്ക് പിന്നീട് ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, സൈൻ ഫൈ 1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ XL ബൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, XL ബൈ Z1. ഓക്കെ, XL ബൈ Z1. ഇനി അതേപോലെ താഴെ എന്തുവാണ്? RC സർക്യൂട്ടിന്റെ ഇംപെഡൻസ് ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? താപ്പോട്ടായിരുന്നു അല്ലേ? ഇവിടെ എന്തുവാണ്? Z2. ഓക്കെ അല്ലേ? ഇവിടെ എന്തുവാണ്? R2, ഇവിടെ XC. ഇതാണ് ഫൈ 2. ഇവിടെ എന്തുവായിരിക്കും വരുന്നത്? സൈൻ ഫൈ 2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് മീൻസ് XC ബൈ Z2 അല്ലേ? അപ്പോൾ സൈൻ ഫൈ 1 സൈൻ ഫൈ 2ന്റെ വാല്യൂ കിട്ടിയോ? ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്തിട്ട് നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച് ഇവിടെ എന്ത് കൊടുക്കുക? സൈൻ ഫൈ 1 സൈൻ ഫൈ 2നും വാല്യൂ കൊടുക്കുക. therefore V1 ബൈ Z1 സൈൻ ഫൈ 1ന്റെ വാല്യൂ എന്താണ്? XL ബൈ Z1 that is equal to V ബൈ Z2 ഇൻറ്റു സൈൻ ഫൈ 2 എന്താണ്? XC ബൈ Z2. കറക്റ്റല്ലേ? ഈ വിയും ഇത് V1 അല്ല, ഇത് V തന്നെയാണ് കേട്ടോ. V1 എന്നല്ലേ, V ആണ്, ഒരു V അല്ലേ ഉള്ളൂ. അപ്പോൾ വിയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി എന്താ വരുന്നത്? XL ബൈ Z സ്ക്വയർ ഈസ് ഈക്വൽ ടു XC ബൈ Z1 സ്ക്വയർ ബൈ Z2 സ്ക്വയർ. ഇതുവരെ എഴുതുക. ഇതുവരെ എഴുതിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്, ശ്രദ്ധിക്കുക. ഇതുവരെ വേഗം എഴുതുക. കാര്യം ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് പല രീതിയിൽ അവർ ചോദിക്കും. റെസൊണൻസ് കണ്ടീഷനിൽ എന്തായിരിക്കും, ഇംപെഡൻസ് എന്തായിരിക്കും,
കറണ്ട് എന്തുമായിരിക്കും, വോൾട്ടേജ് എന്തുമായിരിക്കും എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ പല കണ്ടീഷൻസും നമ്മളത് എഴുതേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക, വേഗം കംപ്ലീറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ അഡ്മിറ്റൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അഡ്മിറ്റൻസ് ആ ടോപ്പിക് ഒന്ന് എടുത്ത് നോക്കി. അഡ്മിറ്റൻസ് നിങ്ങളുടെ ബുക്കിൽ അഡ്മിറ്റൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് RL RC RLC സർക്യൂട്ടിൽ അതിനുശേഷം ഞാൻ പഠിപ്പിച്ച അഡ്മിറ്റൻസ് ആണ്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞൊരു ഫോർമുലയൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കിയേ. അതൊന്ന് എഴുതി, അത് നമുക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. അതൊന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അവിടുത്തെ കണ്ടീഷൻ എന്തുമായിരുന്നു? XL/Z1² = XC/Z2² എന്നാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അവിടെ എന്തുമായിരുന്നു നമ്മളെ കാര്യം? നോക്കിയേ, നിങ്ങൾക്ക് RL സർക്യൂട്ട് എടുത്ത് നോക്കുക. RL സർക്യൂട്ടിൽ അഡ്മിറ്റൻസിന്റെ ഫോർമുല എന്തുമായിരുന്നു? ശ്രദ്ധിക്കുക, എന്താണ് R² + XL² എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അല്ലേ? അഡ്മിറ്റൻസ് മൈനസ് അല്ലേ? RL സർക്യൂട്ടിന്റെ കാര്യമാണ്. RL സർക്യൂട്ടിന്റെ അഡ്മിറ്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. RL സർക്യൂട്ടിന്റെ അല്ലേ? മൈനസ് XL/R² + XL². RC സർക്യൂട്ടിന്റെ അഡ്മിറ്റൻസിന്റെ ഫോർമുല എന്താണ്? Y = R/R² + XL² എന്ന് വരുമ്പോൾ ഇവിടെ എന്താണ്? പ്ലസ് അല്ലേ? ഇവിടെ മൈനസ് ആണെങ്കിൽ RL മൈനസും RC പ്ലസും ആണ്. XC/R² + XC². ഇവിടെ XC² ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചതാണ്? നമ്മൾ നമ്മുടെ RL RC സർക്യൂട്ട് പഠിച്ചപ്പോൾ അതിൻ്റെ 2 അഡ്മിറ്റൻസിന്റെ ഫോർമുലയാണ്. സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇവനെ ഞാൻ എന്ത് വിളിച്ചു? ഇവനെ G എന്ന് വിളിച്ചു. ഇവനെ ഞാൻ എന്ത് വിളിച്ചു? BL എന്ന് വിളിച്ചു. ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസ് എന്ന് വിളിച്ചു. ഇത് കണ്ടക്റ്റൻസ്. G എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ്. ഇവിടെ എന്ത് വിളിച്ചു? G എന്ന് വിളിച്ചു. ഇവനെ ഞാൻ എന്ത് വിളിച്ചു? BC എന്ന് വിളിച്ചു. കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസ് എന്ന് വിളിച്ചു. നമുക്ക് ആ കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസും ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസും ഒന്ന് എഴുതാം. BL = XL/R² + XL² എന്നല്ലേ? ഈ R² + XL² എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നിങ്ങൾക്കറിയാം, ഒരു RL നെറ്റ്വർക്കിലെ ഇംപെഡൻസിന്റെ ഫോർമുല എന്താണ്? Z = √R² + XL² എന്നാണ് ഫോർമുല. Therefore അവിടെ ഞാൻ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ Z² = R² + XL² എന്ന് വരത്തില്ലേ? Therefore R² + XL² എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവൻ എന്ത് കൊടുക്കാം? Z² എന്ന് കൊടുത്തൂടെ അല്ലേ? അപ്പം XL/Z² എന്ന് എഴുതിക്കൂടെ? XL/Z² എന്ന് എഴുതിക്കൂടെ എനിക്ക് ഇതിനെ? മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അതേപോലെ സിമിലർലി എന്താണ്? BC = അല്ലേ? കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസ് XC/R² + XC² എന്ന് എഴുതിക്കൂടെ അല്ലേ? XC/R² + XC² എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇനി എന്ത് ചെയ്യും നമ്മളവിടെ? ഇവിടെ സെയിം നേരത്തെ പറഞ്ഞ പോലെ RC സർക്യൂട്ടിൽ ഇംപെഡൻസിന്റെ ഫോർമുല എന്താണ്? √R² + XC² എന്നാണ്. അവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ Z² = R² + XC² എന്ന് വരും. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? Z². XC/Z² എന്ന് എഴുതും. RC സർക്യൂട്ടിന്റെ ഇംപെഡൻസ് ആണ് ഇത്. രണ്ട് Z ആണ്. ഇതിനെ Z1 എന്ന് വിളിക്കാം. ഫസ്റ്റ് ഇൻഡക്ടർ Z1 എന്ന് വിളിക്കാം. ഇതിനെ Z2 എന്ന് വിളിക്കാം. Z2² എന്ന് വരും. Z2². മറ്റത് Z1². രണ്ടാണ്. രണ്ട് ഇംപെഡൻസ് ആണ്. ഇത് ഇംപെഡൻസ് വേറെ, ഈ ഇംപെഡൻസ് വേറെ. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യാം? ഇതെവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ പറഞ്ഞ ഈ BL തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ പറഞ്ഞ BC തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയെന്തോണം? BL = BC. Therefore inductive acceptance is equal to capacitive acceptance.
ക്ലിയർ? ആ ഒരു ഡെറിവേഷൻ അറിയണമെന്നില്ല, ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞാൽ മതി. ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസ്. ഓക്കെ, ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇതുവരെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഫർദറായിട്ട് ഇനി ചെയ്യാനുണ്ട്, ഇത്രയും നോട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഡെറിവേഷൻ ആയിട്ടില്ല, നമ്മൾ ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് വാട്ട് ഈസ് എ കണ്ടീഷൻ, എന്താണ് വിച്ച് വൺ ഓഫ് ദ കണ്ടീഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് ചോദിക്കും. ബി എൽ ഈക്വൽ ടു ബി സി, എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, ആർ വൺ ഈക്വൽ ടു ആർ ടു, അങ്ങനെ പല കണ്ടീഷൻസും തരും. അപ്പോൾ അവിടെ നമ്മൾ സക്സെപ്റ്റൻസ് ആണ് പാരലൽ. സീരീസിലാണെങ്കിലോ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്നാണ് വരുന്നത്. ഓക്കെ ഓക്കെ, സീരീസിൽ ഇപ്പം പാരലൽ ആകുമ്പോൾ ബി എൽ ഈക്വൽ ടു ബി സി. ശരി, ഇതുവരെ എഴുതി കഴിഞ്ഞല്ലോ. ഞാനിത് എറൈസ് ചെയ്യാണ്, താഴോട്ടുള്ള ടേം എറൈസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക് തന്നെയാണ്, ഇത്ര എറൈസ് ചെയ്യണം. ഓക്കെ, ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസ്, അതാണ് കണ്ടീഷൻ. ഓക്കെ, നമ്മളിപ്പോൾ എഴുതി വെച്ച കണ്ടീഷൻ എന്താണ് ഞാൻ എഴുതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയായിട്ടാണ് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ബോക്സ് ഇട്ടത്. നമ്മൾ ഡെറിവേഷൻ കഴിഞ്ഞിട്ടില്ല, ഡെറിവേഷൻ കണ്ടിന്യൂ ചെയ്യുക, ഇവിടെ ഒരു കണ്ടീഷനായിട്ട് എഴുതി വെച്ചതേ ഉള്ളൂ. ഇനി ഇവിടെ എക്സ് എൽ ബൈ ഈ ഇസഡ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ എഴുതിയ പോലെ റൂട്ട് ഓഫ്, അല്ലേ? ഇസഡ് എന്ന് പറഞ്ഞാൽ എവിടത്തെ ഇമ്പിഡൻസാ? നമ്മുടെ മുകളിലത്തെ ആറിൻ്റെയും. ഇവിടെ നമുക്ക് എല്ലിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം, എക്സ് എൽ എന്ന് വിളിക്കാം, മറ്റേതിനെ എക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. റൂട്ട് ഓഫ് ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആണ് ഇസഡ് ഓൺ. റൂട്ട് ഓഫ് ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ ആണ് ഇസഡ് ടു. ദെയർഫോർ ഇസഡ് ഓണിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ, ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് വൺ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് എൻ സ്ക്വയർ. ക്ലിയർ? ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തത്, നമ്മൾ അങ്ങനെ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെന്തി ആയി പോകും. കാര്യം റൂട്ടിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് സോൾവ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാം, സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എക്സ് എൽ ബൈ ഇസഡ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് സി ബൈ ഇസഡ് ടു സ്ക്വയർ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് അവിടെ നിന്ന് എക്സ് എല്ലിൻ്റെ എക്സിൻ്റെ ടൈം ഒരുമിച്ചാക്കാം, എന്നിട്ട് നമുക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സോൾവ് ചെയ്യേണ്ടി വരും. എക്സ് എൽ ബൈ എക്സ് സി ഈക്വൽ ടു ഇസഡ് വൺ സ്ക്വയർ ബൈ ഇസഡ് ടു സ്ക്വയർ, ഇങ്ങനെ ചെയ്യാമല്ലോ. ഇനി എക്സ് എല്ലിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കും? എക്സ് എല്ലിന് കൊടുക്കുന്ന വാല്യൂ ഒമേഗ ഇൻറ്റു എൽ. എക്സ് സിക്ക് എന്ത് കൊടുക്കും? ഒമേഗ ഇൻറ്റു സി, അല്ലേ? എക്സ് എല്ലിന് നമ്മൾ ഒമേഗ എൽ എന്നും എക്സ് സിക്ക് നമ്മൾ ഒമേഗ സി എന്നും കൊടുക്കുമെന്ന് ഇപ്പം പറഞ്ഞതല്ല, മുന്നേ നമ്മൾ ആർ എൽ സർക്യൂട്ട് ആർ എൽ സി ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിപ്പിച്ചാണ്, അല്ലേ? ഒമേഗയ്ക്ക് നമ്മൾ 2π കൊടുക്കുമ്പോഴാണ് എക്സ് എൽ ഈക്വൽ ടു 2π എഫ് എൽ എന്നൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യും, ഇവിടെ ഒമേഗ എല്ലിന് അപ്ലൈ ചെയ്യും. ദെയർഫോർ ഒമേഗ എൽ ബൈ ഒമേഗ സി. ഒരു കാര്യം കൂടെ പറഞ്ഞു, 1 ഒമേഗ സി, സോറി, എക്സ് എല്ലിന് നമ്മൾ കൊടുക്കുന്ന 1 ഒമേഗ സി ആണ്. 1 ഒമേഗ സി, എക്സിൻ്റെ വാല്യൂ 1 ഒമേഗ സി, എക്സ് എല്ലിൻ്റെ വാല്യൂ ഒമേഗ എല്ലും മറ്റേതിൻ്റെ വാല്യൂ 1 ഒമേഗ സി ആണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ സോ എക്സ് എൽ ബൈ 1 ഒമേഗ സി, ഒമേഗ എൽ ബൈ 1 ഒമേഗ സി എന്ന് വരും. ഓക്കെ, എക്സ് എല്ലിന് പകരം ഒമേഗ എൽ, എക്സിക്ക് പകരം 1 ഒമേഗ സി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു റെസൊണന്റ് ഫ്രീക്വൻസി സമയത്തുള്ളതാണ്, അല്ലേ? നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിന് ഇതെല്ലാം നടക്കുന്നത്. ആ റെസൊണന്റ് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആർ ഡിനോട്ട് ചെയ്യാം. ആർ റെസൊണന്റ് ഫ്രീക്വൻസി ആണെന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഈക്വൽ ടു ഇസഡ് വൺ സ്ക്വയർ ബൈ ഇസഡ് ടു സ്ക്വയർ. ഡെറിവേഷൻ ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതി ചെയ്യുകയാണ്. ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ വെച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഈ ഡെറിവേഷൻ ഞാൻ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ഒമേഗ ആർ ഇൻറ്റു സി മുകളിൽ പോകുമ്പം ഒമേഗ ആർ സ്ക്വയർ ഇൻറ്റു എൽ സി എന്ന് വരത്തില്ലേ? ഈസ് ഈക്വൽ ടു ഇസഡ് വൺ സ്ക്വയറിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇസഡ് വൺ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആണ്. ഇസഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ ആണ്. ഫ്രം ദ ഫിഗർ നമുക്ക് പറയാൻ പറ്റും ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയറും, രണ്ടാമത്തത് ഇസഡ് ടു എന്ന് പറഞ്ഞാൽ ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇസഡ് വണ്ണിൻ്റെയും ഇസഡ് ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പക്ഷേ അത് സ്ക്വയർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ റൂട്ട് പോകും. ദെയർഫോർ ആർ വൺ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ബൈ
R2 സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. ഇനി നമുക്ക് എക്സലിൻ്റെ എക്സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്പം ലെന്തുള്ള ഡെറിവേഷൻ ആണ്. കാര്യം ഡെറിവേഷൻ പാർട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഇല്ലെങ്കിൽ ഈ റിലേഷൻ തന്നിരിക്കാം. ഓക്കെ, ആ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, എക്സലിന് എക്സിക്ക് വാല്യൂ കൊടുക്കുക. ദെയർഫോർ ഒമേഗ ആർ സ്ക്വയർ ഇൻറ്റു എൽ സി ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് എക്സലിന് നമുക്ക് എന്ത് വിളിക്കാം, ഒമേഗ ആർ ഇൻറ്റു എൽ അല്ലേ, ദ ഹോൾ സ്ക്വയർ ബൈ R2 സ്ക്വയർ പ്ലസ് എക്സിക്ക് എന്ത് വിളിക്കാം, 1 ബൈ ഒമേഗ ആർ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ. ദെയർഫോർ ആർ സി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. കറക്റ്റ് അല്ലേ, ഇങ്ങനെ എഴുതിക്കൂടെ, R1 സ്ക്വയർ പ്ലസ് ഒമേഗ ആർ സ്ക്വയർ എൽ സ്ക്വയർ ബൈ R2 സ്ക്വയർ പ്ലസ്. കറക്റ്റ് അല്ലേ, ശരി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്, റെസൊണന്റ് ഫ്രീക്വൻസിയാണ്. അതായത് ഒമേഗ ആറാണ് കണ്ടുപിടിക്കേണ്ടത്, അത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അതിന് റിസോൾവ് ചെയ്ത് ഒമേഗ ആറിൻ്റെ ടൈംസിൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒമേഗ ആർ സ്ക്വയർ എൽ സി ഈക്വൽ ടു, ഇവിടെ ചെയ്യാൻ പറ്റില്ല, താഴെ ക്രോസ് ചെയ്തെടുക്കാമല്ലോ, എൽ സി എടുത്ത് ചെയ്യാമല്ലോ, R1 സ്ക്വയർ പ്ലസ് ഒമേഗ ആർ ഇൻറ്റു എൽ ദ ഹോൾ സ്ക്വയർ ബൈ, ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഒമേഗ ആർ സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയർ ഇട്ടു, ഇവിടെയും സ്ക്വയർ ഇട്ടു, ഇൻറ്റു R2 സ്ക്വയർ. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 1 ബൈ എന്ത് വരും, ഒമേഗ ആർ ഇൻറ്റു സി, ഇവിടെ സ്ക്വയർ, ഇവിടെയും സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ടേം ഇവിടെ കിടക്കുന്നതും നല്ലത് മുകളിൽ കിടക്കുന്നതല്ലേ, അതായത് ഇവിടെ കിടന്നതല്ലേ, നമുക്കൊന്ന് റെസിപ്രോക്കൽ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇതിൽ നമുക്കൊന്ന് ഒമേഗ ആറിന് ഒരു ടേം ക്യാൻസൽ ആയി പോകും അല്ലേ, ഒമേഗ ആർ സ്ക്വയർ സി സ്ക്വയർ ക്യാൻസൽ ആയി പോകും, ഒരു സി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ഇവിടെ ഒരു സി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും, എൽ ഇൻറ്റു ഈ ടേമിനെ അങ്ങ് കൊണ്ടുപോകണം, ഇവിടെ എൽ മാത്രമുണ്ട്, ഇവിടെ ഒരു സി വെട്ടിപ്പോവും, ഇവിടെ ഒമേഗ ആർ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ലാസ്റ്റ് ഇവിടെ എൽ ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും, R1 സ്ക്വയർ പ്ലസ് ഒമേഗ ആർ ഇൻറ്റു എൽ ദ ഹോൾ സ്ക്വയർ ബൈ, ഓക്കെ കറക്റ്റല്ലേ, ബൈ 1 പ്ലസ്, കറക്റ്റാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ, 1 പ്ലസ് ഒമേഗ ആർ സ്ക്വയർ സി സ്ക്വയർ R2 സ്ക്വയർ. കറക്റ്റല്ലേ, ഓക്കെ ശരി, R2 സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ തന്നെ ക്രോസ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകാം, ഇവനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകാം, മൾട്ടിപ്ലൈ ആവും. ഓക്കെ, അവനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ആവാം. അപ്പോൾ എന്ത് കിട്ടും, എൽ ഇൻറ്റു 1 പ്ലസ് ഒമേഗ ആർ സ്ക്വയർ സി സ്ക്വയർ R2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, R1 സ്ക്വയർ പ്ലസ് ഒരു സി ഇവിടെ ഉണ്ടാവില്ലേ, ഒരു സി ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു സി ഇവിടെ ഉണ്ട്, അപ്പോൾ ആ സി ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടും, R1 സ്ക്വയർ പ്ലസ് ഒമേഗ ആർ സ്ക്വയർ എൽ സ്ക്വയർ ഇൻറ്റു സി. നിങ്ങൾ ആ ഒരു കണ്ടീഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഫൈനൽ റിസൾട്ട് നോക്കിയാലും മതി. ഇതിന് ശേഷമുള്ള ഡെറിവേഷനിൽ ഇതുവരെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഏതാണ് ഇവിടെ ഞാൻ ഇക്വേറ്റ് ചെയ്തില്ലേ, ഈ ഇക്വേഷൻ വരെ സക്സെപ്റ്റൻസ് ഈക്വലാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്തില്ലേ Z1 Z2ൻ്റെ വാല്യൂ, ഇതുവരെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ, കാര്യം ഇതിനകത്തുനിന്ന് പ്രോബ്ലംസ് വരാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുവരെയുള്ള ഇതുവരെ അല്ലേ, ഇതുവരെ ഇതിനകത്തുനിന്നും പ്രോബ്ലംസ് വരാം. R1 XL XC R2 ഒക്കെ തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഒമേഗ ആറിൻ്റെ വാല്യൂ. പക്ഷെ അത് ഹലോ, ഓക്കെ നമുക്ക് ഓക്കെ ഇപ്പൊ കാണാമല്ലോ. ഓക്കെ ശരി, നോക്കിയേ, ഓക്കെ ശരി നോക്കിക്കോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ ആർ കണ്ടുപിടിക്കാം ഈ വാല്യൂസ് തന്നുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ ഫോർമുല. അപ്പോൾ ഈ ഫോർമുലാസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തുവാണ് ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അതേപോലെ താഴോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴും ഫൈനൽ ആൻസർ മാത്രം ചൂസ് ചെയ്താൽ മതി. ഇത്രയും ഓർത്തിരിക്കണം നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വലിയ ഇക്വേഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ സക്സെപ്റ്റൻസ് ഈക്വൽ ആണെന്ന് കണ്ടീഷൻ വെച്ചാൽ സക്സെപ്റ്റൻസിൻ്റെ ഫോർമുല അറിയാമെങ്കിൽ ബാക്കി വേണമെന്ന് വെച്ചാൽ ഡെറൈവ് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഡെറിവേഷൻ ഓർത്തിരിക്കേണ്ട കാര്യമില്ല.
ഓക്കെ, ഇവിടെ താഴോട്ടുള്ള വേറെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് എഴുതുകയാണ്. ഓക്കെ, ഇത് ക്രോസ് ചെയ്തിട്ട് ഈ എല്ലിനകത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും? എൽ പ്ലസ് ഒമേഗ ആർ സ്ക്വയർ സി സ്ക്വയർ ആർ ടു സ്ക്വയർ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു, നമുക്കിതിനെയും കൂടെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ ആർ വൺ സ്ക്വയർ സി പ്ലസ് ഒമേഗ ആർ സ്ക്വയർ എൽ സ്ക്വയർ സി എന്ന് വരും. ഈ ഒമേഗ ആറിൻ്റെ ടൈം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതിനൊരുമിച്ചാക്കുക, മറ്റേതിനപ്പുറം കൊണ്ടുപോകുക. ദെർഫോർ ഒമേഗ ആർ സ്ക്വയർ സി സ്ക്വയർ ആർ ടു സ്ക്വയർ എൽ മൈനസ് ഈ ടൈമിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ഒമേഗ ആർ സ്ക്വയർ എൽ സ്ക്വയർ സി ഈസ് ഈക്വൽ ടു ഇതിനപ്പുറം കൊണ്ടുപോകുമ്പോൾ ആർ വൺ സ്ക്വയർ സി മൈനസ് എൽ. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒമേഗ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഒമേഗ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒമേഗ ആർ കോമൺ എടുക്കുക. അവിടെ നിന്ന് എടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടും ഒമേഗ ആർ കോമൺ എടുക്കുമ്പോൾ ഇവിടുന്ന് കിട്ടും സി സ്ക്വയർ ആർ ടു സ്ക്വയർ എൽ മൈനസ് ഇവിടെ എന്ത് വരും? എൽ സ്ക്വയർ സി എന്ന് വരും. ഒമേഗ ആർ സ്ക്വയർ അല്ലേ കോമൺ എടുക്കുന്നത്, കറക്റ്റല്ലേ? ഈസ് ഈക്വൽ ടു ആർ വൺ സ്ക്വയർ സി അല്ലേ മൈനസ് എൽ, ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ താഴെ കൊണ്ടിടുക. അതായത് ആർ വൺ സ്ക്വയർ, ഞാനിപ്പോൾ ഡയറക്റ്റ് എഴുതുകയാണ്, കാര്യം ഇത് ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമുക്ക് കേട്ടോ. അപ്പോൾ ആർ വൺ സ്ക്വയർ, ഇതിപ്പോൾ ഏകദേശം കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ആർ വൺ സ്ക്വയർ മൈനസ് എൽ ബൈ എന്നാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സി സ്ക്വയർ ആർ ടു സ്ക്വയർ എൽ മൈനസ് എൽ സ്ക്വയർ സി എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ ആർ സ്ക്വയർ അല്ലേ, ഒമേഗ ആർ സ്ക്വയർ അല്ലേ, അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ടിൻ്റെ ഈ ഒരു ഫോമിൽ വരും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കോമൺ എടുക്കാൻ പറ്റുന്ന ടേംസ് എല്ലാം ഒന്ന് കോമൺ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒമേഗ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഈ ഒരു ഫോർമുല മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഫോർമുല ഇത് പഠിച്ചിരിക്കണം. സി ആർ വൺ സ്ക്വയർ മൈനസ് എൽ ബൈ, ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്നൊരു എൽ സി പുറത്തെടുക്കുക. അപ്പം ബാക്കിയുള്ള ടൈം വരും സി ആർ ടു സ്ക്വയർ മൈനസ് എൽ എന്ന് വരുള്ളൂ. ഇവിടെ നിന്ന് എൽ സി പുറത്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻറ്റു റൂട്ടിനകത്ത് തന്നെയാണ് ഇൻറ്റു 1/LC. ഇതാണ് നമ്മുടെ ഫോർമുല. താഴെ നിന്ന് ഒരു എൽ സി കോമൺ എടുത്താൽ ഇവിടെ നിന്ന് എല്ലും ഒരു സിയും കോമൺ എടുത്താൽ മാത്രം നമുക്കിത് കിട്ടും. ഓക്കെ, ഇതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഫോർമുല. ഓക്കെ, നിങ്ങൾ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ഇമ്പഡൻസ് എങ്ങനെയായിരിക്കും, അവിടുത്തെ കറണ്ട് എങ്ങനെയായിരിക്കും, പവർ ഫാക്ടർ എന്തോ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതിലെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. റെസൊണൻറ്റ് ഫ്രീക്വൻസി ഞാൻ ഇപ്പോൾ ഡെറൈവ് ചെയ്ത് ഏത് സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ രണ്ട് സർക്യൂട്ട് വരച്ചില്ലേ, ഈ സർക്യൂട്ടിന് വേണ്ടിയാണ്. ആറും എല്ലും ആറും സിയും ഉള്ള സർക്യൂട്ട്. ഇനി ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാവുമല്ലോ, റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും മാത്രമായിട്ടുള്ള സർക്യൂട്ട് ഉണ്ട്. അതിൻ്റെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഇപ്പം ഏത് R2 0 ആവത്തില്ലേ, ഈ ടേം അങ്ങ് 0 കൊടുത്താൽ ബാക്കിയുള്ള എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? അതിൻ്റെ ആയിട്ടുള്ള ആൻസർ കിട്ടും. അതായത് ഇവിടെ നമ്മൾ R2 അല്ലേ 0, അപ്പോൾ R2 ആ ഇക്വേഷൻ R2 0 കൊടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ആൻസർ കിട്ടും. പിന്നെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ കൂടെ ചെയ്യണം. എന്തായാലും ആ ഡെറിവേഷൻ കൂടെ ഞാൻ ജസ്റ്റ് ആ പാർട്ട് കൂടെ ഒന്ന് ജസ്റ്റ് വേഗത്തിൽ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒമേഗ ആറിൻ്റെ ടേംസിലാണെങ്കിൽ അത് റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കും വരിക. അല്ല എന്നുണ്ടെങ്കിൽ എഫ് ആറിൻ്റെ ടേംസിലാണെങ്കിൽ എന്ത് വരും? ഒരു 2π കൂടെ വരത്തില്ലേ, അല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ ഒമേഗ ആർ എന്ന് പറയുന്നതുകൊണ്ടാ 2πfr ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/2π ഇവിടെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലേ? ഇവിടെ പോവും. മനസ്സിലായോ? അപ്പോൾ എഫ് ആറിൻ്റെ ടേംസിലാകുമ്പം ഈ ടേമിന് 1/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. therefore 1/2π ഇൻറ്റു എന്ത് വരും? ഈ 1/LC റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 1/√LC, അല്ലേ? ബാക്കി അതിനകത്തുള്ള പോലെ റൂട്ട് ഓഫ് സി R1 സ്ക്വയർ മൈനസ് എൽ ബൈ സി R2 സ്ക്വയർ മൈനസ് എൽ എന്ന് വരും. ഓക്കെ അല്ലേ? കറക്റ്റല്ലേ? അപ്പം ഇതായിരിക്കും നമ്മൾ എഫ് ആറിൻ്റെ ടൈംസ്. അതായത് ഹെഡ്സിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോർമുല ഇതാണ്. ഓക്കെ, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഈ രണ്ടിൻ്റെ വാല്യൂ, അതായത് R2ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് 0 എടുക്കുക, അല്ലേ? R1ൻ്റെ വാല്യൂ 0 ആവത്തില്ല, എന്നാലും ആവുകയാണെങ്കിൽ അത് 0 എടുക്കുക. ഇനി രണ്ടും 0 ആണെങ്കിലോ, R1ഉം R2ഉം 0 ആണെങ്കിലോ,
കണ്ടീഷൻസ് നിങ്ങൾ എഴുതി വെച്ചോണം. ആറിനും ആർട്ടും, അല്ലെങ്കിൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി. ആറിനും ആർ ടു 0 ആണെങ്കിലോ, ആറിനും ആർ ടു 0 ആണെങ്കിലോ, ഇതും 0 ഇതും 0 ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? 1 ആയിരിക്കും. റൂട്ടിനകത്ത് 1 വരും അല്ലേ? മൈനസ് മൈനസും പ്ലസ് ആവും. ആ റൂട്ടിനകത്ത് 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 1 ആണ്. അപ്പോൾ ഇത്രയും മാത്രമല്ലേ വരുള്ളൂ. 1/2π റൂട്ട് എൽ സി കണ്ടിട്ടുണ്ടല്ലോ. ഇതേതാണ്? സീരീസ് റെസൊണൻസ് സർക്യൂട്ടിന്റെ ഫോർമുലയാണ്. അതായത് രണ്ട് റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ 0 ആവുന്ന കണ്ടീഷൻ രണ്ടും സെയിം ആണ്. അതായത് രണ്ട് റെസിസ്റ്റൻസ്, ഇവിടെ ഒരു R1 ഉണ്ട്, ഇവിടെ ഒരു XL ഉണ്ട്, ഇവിടെ ഒരു R, വീണ്ടും R1 തന്നെയാണ്, പിന്നെ ഒരു XC ഉണ്ട്. രണ്ടിന്റെ വാല്യൂ R1 ആണ്. രണ്ടിന്റെ വാല്യൂ സെയിം ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? രണ്ടിന്റെ വാല്യൂ സെയിം ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു സെക്കൻഡ്. രണ്ടിന്റെ വാല്യൂ സെയിം ആവുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് FR = 1/2π × റൂട്ട് എൽ സി. നമ്മളെ സീരീസ് റെസൊണൻസിന്റെ ഫോർമുല തന്നെ ആയിരിക്കും. മാത്രമല്ല രണ്ടും സെയിം ആയ മാത്രം, ഒന്നെങ്കിൽ സെയിം ആവാം അല്ലെങ്കിൽ രണ്ടും 0 ആയാലും മതി. Therefore ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും മാത്രം പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും ഇലക്ട്രിക്കൽ പഠിച്ചവർക്കും അറിയായിരിക്കും. എന്തുവാണ്? നിങ്ങൾ LC ഓസിലേറ്റേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഫോർമുല എഴുതിയത് 1/2π റൂട്ട് എൽ സി എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്? R1 R2 0 കൊടുത്താൽ മതി. ഇതും 0 ഇതും 0. അപ്പോൾ ആ ഫോർമുല തന്നെ കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഡെറൈവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാനത് ഇപ്പോൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് വ്യക്തമാക്കാനുണ്ട്, ഒരു ചെറിയൊരു കാര്യം കൂടെ. കാര്യം അത് പറയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പം ഞാൻ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. R1 R2 ഈക്വൽ ആകുമ്പോൾ കണ്ടീഷനിലും ഇതായിരിക്കും ഫോർമുല വരിക, അല്ലെങ്കിൽ R1 R2 = 0 വന്നാലും ഇതായിരിക്കും ഫോർമുല വരിക. ഒരു കാര്യം കൂടെ അതിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതൊന്ന് പറയാം. ഓ അനുജ പറയാം. ഹലോ, അത് R2 0 ആകുമ്പോഴത്തേക്കും എന്തോടാ? ഹലോ, രണ്ടാമത് പറഞ്ഞ സർക്യൂട്ടില് R2 0 കൊടുക്കുകയാണെങ്കിൽ അവിടെ മൈനസ് എൽ ഉണ്ടാവുമല്ലോ. മൈനസ് എൽ ഉണ്ടാവും. ഈ എൽ അകത്ത് കയറുമ്പോഴേ ഇത് റീഅറേഞ്ച് ചെയ്തെഴുതും. അതായത് ഈ ടേം ആദ്യം വരും. അതായത് ഇവിടെ മൈനസ് ഞാൻ അത് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതാണ് അടുത്ത ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ അനുജ, ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇവിടെ ഈ ടൈം 0 എടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരത്തില്ലേ? അപ്പോൾ ഈ മൈനസിനെ ഞാനൊന്ന് വേണമെങ്കിൽ അത് എഴുതി കാണിച്ചു തരാം. നോക്കിയേ, അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. FR = 1/2π × 1/√LC √C R1² - L ഇത് 0 എടുക്കുമ്പോൾ മൈനസ് എൽ വരത്തില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ മൈനസ് എല്ലിനെ. അപ്പോൾ എന്ത് വരും? FR = 1/2π × √LC × ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? C R1² എന്നും മൈനസ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് L/L എന്ന് വരും അല്ലെ? മൈനസ് പ്ലസ് അല്ലേ? സോ ഈ ടൈമിൽ നമ്മൾ ആദ്യം എഴുതിയാൽ മതി 1 - FR = 1/2π √LC √1 - C R1² ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? FR = ഈ 1/2π അവിടെ കിടക്കട്ടെ. ഈ √LC അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √1/LC മൈനസ് ഇവിടെ എന്ത് വരും? C R1² L² C എന്ന് വരും അല്ലേ? ഇവിടെ സിയും വെട്ടിപ്പോവും. ലാസ്റ്റ് FR = 1/2π √1/LC മൈനസ് R1² L². ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഫോർമുല. കറക്റ്റ് അല്ലേ? അനുജ മനസ്സിലായോ? അനുജ, ഈ രീതിയിൽ നമുക്കത് തിരിച്ചെഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഈ രീതിയിൽ നമുക്കതിനെ തിരിച്ചെഴുതാൻ സാധിക്കും. അപ്പം ഇത് തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? എന്തായാലും അത് ചെക്ക് ചെയ്യാം. കാര്യം നമുക്ക് അതിനകത്ത് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അതും പിന്നീട് നിങ്ങൾക്ക് അത് ചെറിയ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസ് = കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസ്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ സക്സെപ്റ്റൻസിന്റെ ഫോർമുല എന്തുവാണ്? സക്സെപ്റ്റൻസ് നിങ്ങൾ പഠിച്ച ഫോർമുല XL/R² + XL² എന്നും XC/R² + XC² എന്നാണ് സക്സെപ്റ്റൻസിന്റെ, ഇൻഡക്റ്റീവും കപ്പാസിറ്റീവ് സക്സെപ്റ്റൻസിന്റെ ഫോർമുല മനസ്സിലുള്ളത്. അത് രണ്ട് ഈക്വൽ ആണെന്നാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ,
അതിൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത കേസൊക്കെ വരുമ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു യുക്തി ഉണ്ടല്ലോ. ആരെന്ന് പറഞ്ഞാൽ എന്താണ് പറയാം. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യോ? ആരെങ്കിലും ഉണ്ടോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? നമുക്ക് മുകളിലോട്ട് പോകാമല്ലോ. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന നമ്മുടെ ഫോർമുലാസും അതിൻ്റെ കാര്യങ്ങളും. ഓക്കെ, ക്ലിയർ? ശരി, ഇനി അടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരലൽ റെസൊണൻസിൽ തന്നെ മറ്റൊരു കണ്ടീഷൻ കൂടെ നമ്മൾ പഠിച്ചു. ഏതാണ്? ഒരു റെസിസ്റ്റൻസും ഒരു ഇൻഡക്ടറും പിന്നെ ഒരു കപ്പാസിറ്ററും മാത്രം വരുന്നത്. അതായത് നമ്മൾ ആറും എല്ലും സിയും മാത്രം ഉള്ള കേസ്. ഇവിടെ നിന്ന് വേഗം ഇതിന്റെ ഫേസ് ഡയഗ്രം ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. വോൾട്ടേജ് വരയ്ക്കും, പിന്നെന്താ വരുന്നത്? കറണ്ട് എങ്ങനെയായിരിക്കും? നമുക്ക് ഇതിന് I1 എന്ന് കൊടുക്കാം, ഇതിനെ ഇൻഡക്ടർ അല്ല IL എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? കപ്പാസിറ്റർ ആൻഡ് IC എന്ന് കൊടുക്കാം. കപ്പാസിറ്റർ പ്യുവർ കപ്പാസിറ്റർ ആണോ പ്രാക്ടിക്കൽ കപ്പാസിറ്റർ ആണോ? പ്യുവർ കപ്പാസിറ്റർ ആണ്. അപ്പോൾ എന്താണ്? ലീഡ് ബൈ 90 ഡിഗ്രി. ഐഡിയൽ ആണ്. ലീഡ് ബൈ 90 ഡിഗ്രി. ആരായിരിക്കും ഇവൻ? കറണ്ട് ആണ്, IC ആണ്. കപ്പാസിറ്റർ കൂടെ പോകുന്ന കറണ്ട് ലീഡ് ബൈ 90 ഡിഗ്രി. ഓക്കെ, അതേപോലെ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്തുമായിരിക്കും? ലാഗ് ബൈ ലെസ് ദാൻ 90 ഡിഗ്രി. ലാഗ് ആയിരിക്കും അല്ലേ കപ്പാസിറ്റർ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് IL. അതിനിടയ്ക്കുള്ള ആംഗിൾ 5. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? ഇവനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുക, ഇവനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യാം. മനസ്സിലായി? എവിടെ എന്ത് കിട്ടും? ഇത് IL cos 5. ഇതെന്ത് കിട്ടും? IL sin 5. മനസ്സിലായല്ലോ? ക്ലിയർ? അറ്റ് റെസൊണൻസ് ഇത് പ്രാക്ടിക്കൽ കേസിൽ നോർമലി നിങ്ങളെ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഈ ഒരു സർക്യൂട്ടാണ്. പ്രാക്ടിക്കൽ RLC പാരലൽ സർക്യൂട്ട്, റെസൊണൻസ് സർക്യൂട്ട്. കേട്ടോ? മറ്റേതൊരു എക്സ്പെൻഷണൽ കേസായിട്ട് ക്വസ്റ്റ്യൻ വരാം, ഇങ്ങനെയും വരാം ക്വസ്റ്റ്യൻ, ഇങ്ങനെയും വരാം. ജനറലി യൂസ് ചെയ്യുന്നതെല്ലാം ഈ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ? നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്തുവാണ്? കപ്പാസിറ്റീസ് അക്സെപ്റ്റൻസ്, അതായത് റിയാക്റ്റീവ് പാർട്ട് രണ്ടും എന്തുമായിരിക്കും? ഈക്വൽ ആവും. എപ്പോൾ? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. അപ്പോൾ എഴുതിക്കോണം. ഈ ഫിഗർ വരച്ചിട്ടാണ് ഇത് വരയ്ക്കാൻ. ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V ഒക്കെയാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V, അതിനൊരു ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. ഒരു സോഴ്സ് കാണിച്ച് നിങ്ങൾ കാണിക്കും. ഈ ഒരു ഫിഗർ വരച്ചെടുക്കുക. Okay, at a particular frequency IC equal to IL sin 5. IC equal to IL sin 5 അല്ലേ? അപ്പോൾ രണ്ട് ഈക്വൽ ആകുമ്പോൾ എന്തുകൊണ്ട്? ക്യാൻസൽ ആയി പോകും. therefore at resonance ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ആ കറണ്ട് ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും? ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു എന്തുമായിരിക്കും? IL cos 5 മാത്രമേ ഉള്ളൂ, മറ്റേ രണ്ടും പോയില്ലേ? സോ I ഈക്വൽ ടു IL cos 5. IL cos 5. IL എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ട്. ഇത് എഴുതിയെങ്കിൽ ഈ കണ്ടീഷൻ എഴുതിയാൽ അറ്റ് റെസൊണൻസ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ആ പ്രാക്ടിക്കൽ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC ഈക്വൽ ടു IL sin 5 എന്നാണ്. IC ഈക്വൽ ടു IL sin 5 ആണ്. IC ഈക്വൽ ടു IL sin 5 ഇവനെയാണ് നമ്മൾ ഡെറിവേഷന് വേണ്ടി ഇനി എടുക്കുന്നത്. IC ഈക്വൽ ടു IL sin 5. നേരത്തെ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? I1 sin 5 ഈക്വൽ ടു I2 sin 5 എന്ന് പറഞ്ഞാൽ ഡെറൈവ് ചെയ്തത് ഓർമ്മയുണ്ടോ? അല്ലേ? അതേപോലെ തിരിച്ച് ചെയ്യാമെന്ന ഒരു കണ്ടീഷനാണിത്. അതായത് IC ഈക്വൽ ടു IL sin 5 എന്ന രീതിയിൽ എഴുതുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. അത് ഓരോ സർക്യൂട്ടിനനുസരിച്ച് മാറും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ICക്ക് ഫോർമുല കൊടുക്കാം. ICക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഓക്കെ, I എന്ന് പറഞ്ഞ കറണ്ട് ത്രൂ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ബൈ റിയാക്റ്റൻസ്, ടോട്ടൽ വോൾട്ടേജ്. കാര്യം പാരലൽ അല്ലേ? പാരലൽ വോൾട്ടേജ് സെയിം അല്ലേ? ഇവിടെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കില്ലേ കപ്പാസിറ്റർ അക്രോസ് വരുന്നത്? പാരലൽ അല്ലേ? വോൾട്ടേജ് സെയിം അല്ലേ? വേറെ എലമെന്റ് ഇല്ലല്ലോ. സോ അവിടുത്തെ Iക്ക് നമുക്ക് എന്ത് കൊടുക്കാം? V/Z കൊടുക്കാം. ICക്ക് IL എന്ത് കൊടുക്കാം? V/XL എന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താണ്? V/ZL എന്നേ പറയാൻ പറ്റുള്ളൂ. ZL എന്നേ പറയാം, അല്ലെങ്കിൽ Z1 എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം അതിനകത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ഇല്ല. സോ XC എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ XL എന്ന് എഴുതാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. therefore Z1 എന്ന് എഴുതാം. ഓക്കെ, നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ICക്ക് എന്ത് കൊടുക്കാം?
ബി ബൈ എക്സ് ഈക്വൽ ടു ഐ എൽ എന്താണ് ബി ബൈ ഇസഡ് ഇൻറ്റു സൈൻ ഫൈക്ക് എന്ത് കൊടുക്കും സൈൻ ഫൈയുടെ വാല്യൂ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപെഡൻസ് ട്രയാങ്കിളിൽ നിന്ന് എടുക്കുക. അതായത് ഏതിന്റെ ഫൈ ആണ് നമ്മുടെ ഇൻഡക്ടറിന്റെ ഈ ആംഗിൾ ആണ്. അതായത് ഇൻഡക്ടറിന്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? നമ്മളെ ഇംപെഡൻസ് ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുള്ള ഇംപെഡൻസ് ട്രയാങ്കിളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ XL Z1 ഇത് R ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഇത് R1 എടുക്കാം. R1 അല്ലേ നമ്മൾ എടുത്തത്. therefore Z1 cos sin phi ആണ് അല്ലേ? sin phi 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sin phi എന്ന് പറയുന്നത് XL by Z1 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണസ്. സോ നമുക്ക് അവിടെ sin phi ന്റെ വാല്യൂ എന്ത് കൊടുക്കാം? XL by Z1 കൊടുക്കാം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ആയി പോവും? ഇവിടെ നിന്ന് നമുക്കൊരു V ക്യാൻസൽ ആവും, ഇവിടെ നിന്ന് ഒരു V ക്യാൻസൽ ആവും. അവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? therefore ഈ XL താഴെ വരും, അല്ലെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ഈ XC മുകളിൽ കൊണ്ടുപോകാം. XL into XC ഈക്വൽ ടു Z1 സ്ക്വയർ എന്ന് വരും. XL into XC ഈക്വൽ ടു Z1 സ്ക്വയർ വരും. ഇനി നേരത്തെ പോലെ എഴുതുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ഫോർമാറ്റ് എഴുതുക. ആദ്യം സർക്യൂട്ട്, പിന്നെ ഫേസർ ഡയഗ്രം, ഫേസർ ഡയഗ്രത്തിൽ നമ്മളെ കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ട് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോട്ടൽ കറണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷൻ എക്സ്പാൻഡ് ചെയ്തു. ICക്ക് ILന് സൈൻ ഫൈ എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായല്ലോ? അവിടെ നിന്ന് വിയും ക്യാൻസലായി പോയിട്ട് ബാക്കി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്ത വാല്യൂ ആണിത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? സാധാരണ ഇതിൽ XL എന്ത് വാല്യൂ എടുക്കും? ഒമേഗ R into L. XCക്കോ 1/ωRC that is equal to Z1 സ്ക്വയർ. Z1ന്റെ വാല്യൂ എന്താണ്? √R1 സ്ക്വയർ പ്ലസ് XL സ്ക്വയർ മാത്രമേ ഉള്ളൂ അല്ലേ? ഇംപെഡൻസ് Z1 ആണ്. സോ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോഴേ ആ ടൈം അങ്ങ് പോകും. ഇനി അവിടെയും നമ്മളൊരു ഒമേഗ XL ഉണ്ടല്ലേ, അതിനകത്തൊരു XL ഉണ്ട്, അവനും നമുക്ക് ഒമേഗ R into L കൊടുക്കുക. therefore ഒമേഗ R into L by 1/ωR into C, ഒമേഗ ഒക്കെ ക്യാൻസൽ ആയി പോകും കേട്ടോ. that is equal to ഇവിടെ എന്ത് കിട്ടും? R1 സ്ക്വയർ ബൈ ഒമേഗ, ഇത് റൂട്ടൊക്കെ പോകും കേട്ടോ സ്ക്വയർ ചെയ്യുമ്പോഴേ. therefore ഒമേഗ R സ്ക്വയർ L സ്ക്വയർ എന്ന് വരും. ക്ലിയർ? ഇവിടെ L/C മാത്രമേ ഉള്ളൂ. therefore L/C ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് ഒമേഗ R സ്ക്വയർ L സ്ക്വയർ എന്ന് വരും. therefore അവിടെ നമുക്ക് ഒമേഗ R കണ്ടുപിടിക്കാം. ഒമേഗ R സ്ക്വയർ ഈക്വൽ ടു ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴേ നമുക്കിതിനാദ്യം ഇവിടെ കൊണ്ടുവരാം. LC മൈനസ് R1 സ്ക്വയർ അല്ലേ? പിന്നെ ഇവിടെ L സ്ക്വയർ അല്ലേ? അപ്പോൾ ഡിവൈഡ് ബൈ L സ്ക്വയർ. കറക്റ്റ് അല്ലേ? L സ്ക്വയർ ആണ്, L2 അല്ല, L സ്ക്വയർ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ എന്ത് വരും? നമുക്ക് ഈ L സ്ക്വയർ ഈ മുകളിൽ കൊടുക്കുമ്പോഴേ ഒമേഗ ഇവിടെ എഴുതാണ്. ഒമേഗ R സ്ക്വയർ ഈക്വൽ ടു 1/LC അല്ലേ? ഇവിടെ ഒരു L സ്ക്വയർ വരും. therefore ഇവിടെ L ക്യാൻസൽ ആക്കി കളയാം. വെയിറ്റ് ചെയ്യാം. L/C L സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ബൈ L സ്ക്വയർ എന്ന് വരത്തില്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിന്ന് ഒരു എല്ലും വെട്ടിപ്പോവും. കിട്ടി നമുക്ക് ഒമേഗ R ഈക്വൽ ടു 1/LC മൈനസ് R1 സ്ക്വയർ ബൈ L സ്ക്വയർ അല്ലേ? ഇപ്പോൾ ഒമേഗ R ആണെങ്കിൽ റൂട്ടും കൂടെ വരും. സ്ക്വയർ മാറ്റി റൂട്ടാക്കി. ഈ ഇക്വേഷനിൽ നമുക്ക് കുറച്ചും കിട്ടിയ ഡെറൈവ് ചെയ്ത് എവിടെ കണ്ടുപിടിച്ചത്? ഇവിടെ കണ്ടുപിടിച്ചല്ലോ. ഒരു സെക്കൻഡ്, നേരത്തെ അനുജ് ചോദിച്ചപ്പോഴേ അതാ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ലാസ്റ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? ഇതേ ഇക്വേഷനിൽ നമുക്ക് അവിടെ കിട്ടിയേ. അവിടെ എന്താണ്? R2നെ 0 കൊടുത്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഡെറൈവേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് പറഞ്ഞത്? അതാണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, XL X ഈക്വൽ Z1 സ്ക്വയർ. അത് ഈ ഒരു കണ്ടീഷൻ വരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പർട്ടിക്കുലർ കണ്ടീഷൻ ഡെറൈവ് ചെയ്യാനായിട്ടൊന്നുമില്ല. എൻ്റെ ഫേസ് ഡയഗ്രം വരയ്ക്കാൻ എൻ്റെ റിയാക്റ്റീവ് പാർട്ട് 0 കയറ്റി ചെയ്യാം. ഇത് ഒരു ടൈപ്പാണ്. ഇനി ഇതേപോലെ മറ്റൊരു ടൈപ്പ് ഉണ്ട്, എല്ലാം കൂടെ പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ വരും. ഇതാകുമ്പോൾ നമുക്ക് വരച്ച് കണ്ടുപിടിക്കാമല്ലോ. മറ്റേത് ഒരുപാട് കുറച്ച് സമയം കൂടെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏത് ഫോർമുല പഠിക്കും? നിങ്ങൾ ഏത് ഫോർമുല പഠിക്കും? ഈ ഫോർമുല പഠിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ നിന്ന് 0 കൊടുക്കാനൊക്കെ അറിയാലോ. 2 0 ആണെങ്കിൽ ഇത് 2 0 കൊടുക്കുക. 2 ഈക്വൽ ആണെങ്കിൽ ഇത് 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ?
ഇനി ഒരു പക്ഷേ ഒരെണ്ണമാണ് 0 എങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഒരെണ്ണം 0 കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഇത് വെച്ച് നമുക്ക് ഡയറക്റ്റ് FR കണ്ടുപിടിക്കാം. സോ FR എങ്ങനെ എഴുതാൻ പറ്റും? 1/2 പൈ √1/LC മൈനസ് r²/L². FRന്റെ ടൈംസിലാണെങ്കിൽ ഇത്, മറ്റേ റേഡിയൻസ് പെർ സെക്കൻഡിലാണെങ്കിൽ ഇത്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നേ? ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നേ? റെസൊണൻറ്റ് ഫ്രീക്വൻസി നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് ഹെർട്സിൽ. ഇനി കറണ്ട്, ഇനി വോൾട്ടേജ്, അതിൻ്റെ ഒരു വലിയ ഡെറിവേഷൻ ഉണ്ട്. എന്തിനാ ഡെറിവേഷൻ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്ന ഫോർമുലാസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. കാര്യം റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ പറയാൻ കാരണമുണ്ട്. കാര്യം അതിനകത്ത് 1-2 കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ വ്യക്തമാക്കാനുണ്ട്. കാര്യം നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഡെറൈവ് ചെയ്തത്. അപ്പോൾ കറണ്ടിൻ്റെയും ഇമ്പിഡൻസിൻ്റെ വേണമെങ്കിൽ പറയാം. കറണ്ട് പഠിച്ചാൽ ഇമ്പിഡൻസ് എളുപ്പമാണ്. കറണ്ട് എങ്ങനെയായിരിക്കും ഇവിടെ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഇവിടുത്തെ കണ്ടീഷനിലെ കറണ്ടിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇമ്പിഡൻസ് പറയാം. ഇമ്പിഡൻസ്, അതിനെ ഡൈനാമിക് ഇമ്പിഡൻസ് എന്നാണ് വിളിക്കുന്നത്. ഡൈനാമിക് ഇമ്പിഡൻസ്, ഡൈനാമിക് ഇമ്പിഡൻസ്, ഡൈനാമിക് ഇമ്പിഡൻസ്. ഓക്കെ, ഇവിടെ ഈ ഡൈനാമിക് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ZD എന്ന് വിളിക്കും. ഈ ഡൈനാമിക് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ആണ്. മാക്സിമം വാല്യൂ ഓഫ് ഇമ്പിഡൻസ് അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല L/CR. L/CR ഇതാണ് ഡൈനാമിക് ഇമ്പിഡൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഓക്കെ, L/CR അതൊരു മാക്സിമം വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. ക്ലിയർ? ഇനി ചെയ്യേണ്ടത്, ഈ ഡൈനാമിക് ഇമ്പിഡൻസ് മാക്സിമം ആണെങ്കിൽ അത് എപ്പോഴായിരിക്കും ഉണ്ടാവുന്നത്? അറ്റ് റെസൊണൻസ്. റെസൊണൻസ് സമയത്തായിരിക്കും ഡൈനാമിക് ഇമ്പിഡൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് മാക്സിമം ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ RL സർക്യൂട്ടല്ലേ പറയുന്നത്? RL സർക്യൂട്ടല്ലേ പറഞ്ഞത്? നമ്മളിപ്പോൾ ഓവറാൾ ഇമ്പിഡൻസ് ആണ്. ആ സർക്യൂട്ടിൻ്റെ ഓവറാൾ ഇമ്പിഡൻസ് വെച്ചാണ് നമ്മൾ ഡൈനാമിക് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും കിട്ടുക ഇമ്പിഡൻസിൻ്റെ. നമ്മൾ സീരീസ് റെസൊണൻസിൽ ഇമ്പിഡൻസിൻ്റെ കർവ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വാല്യൂ എന്തുമായിരുന്നു? Z = R എന്നായിരുന്നു അല്ലേ? ഇത് സീരീസിൽ, നമുക്കിപ്പോൾ വേണ്ട. പാരലൽ ആകുമ്പം റെസൊണൻസ് സമയത്ത് എന്തുമായിരിക്കും? ഇമ്പിഡൻസ് മാക്സിമം ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഇമ്പിഡൻസിൻ്റെ പേരാണ് ഡൈനാമിക് ഇമ്പിഡൻസ് ZD. ഇമ്പിഡൻസ് മാക്സിമം ആണെങ്കിൽ കറണ്ടിൻ്റെ വേവ് ഫോം എന്തായിരിക്കും? നേരെ തലകീഴായിട്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കും. അതിൻ്റെ പുറം കറണ്ട് എന്തുമായിരിക്കും? മിനിമം ആയിരിക്കും. റെസൊണൻസ് സമയത്ത് കറണ്ട് മിനിമം ആയിരിക്കും. ആ റെസൊണൻസ് സമയത്തുള്ള കറണ്ടിനെ IR എന്നോ I0 എന്നോ ഒക്കെ വിളിക്കാം. നമുക്ക് ഞാൻ IR എന്ന് വിളിക്കുകയാണ്. ആ റെസൊണൻസ് സമയത്തുള്ള കറണ്ടിനെ പാരലൽ റെസൊണൻസ് സമയത്തുള്ള കറണ്ട് എന്തുമായിരിക്കും? സീരീസ് റെസൊണൻസ് സമയത്തുള്ള കറണ്ട് എന്തായിരുന്നു? IR = അല്ലെങ്കിൽ I0 എന്തോ വിളിക്കാം നമുക്ക്. നമ്മൾ എന്താ വിളിച്ചാൽ V/R മാക്സിമം ആയിരുന്നു അവിടെ. ഇവിടെ മിനിമം ആണ്. ആ കറണ്ടിൻ്റെ പേരെന്താണ്? V/ZD. Therefore ZD എന്ന് പറഞ്ഞാൽ എന്താണ്? L/CR. Therefore ഇവിടെ എങ്ങനെ കിട്ടും? IR = V/L/CR. Therefore VCR/L. ഇതാണ് കറണ്ട് അറ്റ് റെസൊണൻസിന്റെ ഫോർമുല, VCR/L. ക്ലിയർ? ഇനി വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസിക്കും ബിലോ റെസൊണൻസ് ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ്? ഇൻഡക്ടർ ലാഗിങ് ആണോ ലീഡിങ് ആണോ പഠിച്ചത്? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മൾ സർക്യൂട്ട് ലാഗിങ് ആയിരിക്കും ലീഡിങ് ആയിരിക്കോ? അവിടെ ലീഡിങ് ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്തുമായിരിക്കും? ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ പാരലൽ സർക്യൂട്ടിലെ പാരലൽ റെസൊണൻസ് സമയത്ത് അല്ലെങ്കിൽ ലെസ് ദാൻ പാരലൽ റെസൊണൻസ് സമയത്ത് നമുക്ക് അവിടുത്തെ സർക്യൂട്ട് ബിഹേവ് ആസ് എ ലാഗിങ് ലോഡ്. അവിടെ ലീഡിങ് എന്നാണ് പഠിച്ചത് സീരീസിൽ, ഇവിടെ ലാഗിങ് ലോഡ്. സോ ഇൻഡക്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് സർക്യൂട്ടായിട്ട് ആക്റ്റീവ്, മനസ്സിലായോ? ഓക്കെ, അടുത്ത് പറഞ്ഞത് ലീഡിങ് ലോഡായിട്ടായിരിക്കും. ഗ്രേറ്റർ ദാൻ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീഡിങ് ലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ലീഡിങ് ലോഡായിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് ലാഗിങ് ലോഡായിരിക്കും, ഇത് ലീഡിങ് ലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ലീഡിങ് ലോഡാകുമ്പോൾ ഏത് ലോഡായിരിക്കും? കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഗ്രേറ്റർ ദാൻ റെസൊണൻസ് ഫ്രീക്വൻസി ആകുമ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ ബാൻഡ് വിഡ്ത്തിന്റെ ഫോർമുലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഇതിൻ്റെ കർവിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോണം. കറസ്പോണ്ടിങ് ഇതിൻ്റെ കർവ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് FR മാക്സിമം വാല്യൂവിൻ്റെ, അതായത് മിനിമം വാല്യൂവിൻ്റെ, ഇത് IR ആണെങ്കിൽ അതിൻ്റെ √2 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടും? √2 IR.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് F1ഉം F2. നമ്മൾ ബാൻഡ് വിഡ്ത്ത് വിളിച്ചില്ലേ, F2 മൈനസ് F1 തന്നെയാണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്തിന് നമ്മൾ അവിടെ പറഞ്ഞ എല്ലാ ഫോർമുലേസ് R/2πL, R/L എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാൻഡ് വിഡ്ത്തിൻ്റെ ഫോർമുല എന്തുമായിരുന്നു? R/2πL എന്നാണ് നമ്മളവിടെ പഠിച്ചത്. 2πL, R/2πL എന്നാണ് നമ്മളവിടെ ബാൻഡ് വിഡ്ത്ത് പഠിച്ചത്. അത് ഫ്രീക്വൻസി ഹെഡ്സിലാണെങ്കിൽ നമ്മളിങ്ങനെ പറയും. ഒമേഗയുടെ ടൈംസിലാണെങ്കിൽ ബാൻഡ് വിഡ്ത്തിൻ്റെ ഫോർമുല എന്താണ്? R/L എന്നാണ് പറഞ്ഞത്. R/L. ഓക്കെ, അതൊക്കെ എല്ലാം ബാക്കി എല്ലാ ഫോർമുലാസും നമ്മളവിടെ പഠിച്ചത് തന്നെയാണ്. സീരീസിൽ പഠിച്ച ഫോർമുലാസ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും? R/L അല്ലേ. നമ്മൾ ബാൻഡ് വിഡ്ത്ത് R/L, R/12. അപ്പോൾ ഇത് നമ്മൾ ഇത് ഏതിൻ്റെ ടൈംസ് വരെയാണെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ് വരെയാണെങ്കിൽ R/L. ഓക്കെ, ഇതാണ് ബാൻഡ് വിഡ്ത്ത് അവിടെ പഠിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഓർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ റിയാക്റ്റൻസുമായിട്ടുള്ള കർവ്. എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ലെസ്സർ ലാഗിങ് ആയത്, ഇത് ലീഡിങ് ആയതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ലൈനൊക്കെ വരച്ച് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. XL, XCR ഇത് വെച്ച് നമ്മളവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കപ്പാസിറ്റി റിയാക്റ്റൻസും വെച്ചിട്ടാണ്, XL, XCയും വെച്ചിട്ടാണ് നമ്മളവിടെ പ്ലോട്ട് ചെയ്യുന്നത്. കാര്യം അവിടെ നമ്മൾ XL = XC എന്ന് പറഞ്ഞാണ് കണ്ടീഷൻ എടുത്തത്. ഇവിടെ എന്താണ്? സക്സെപ്റ്റൻസ് ഈക്വൽ ടു ആണ് നമ്മൾ കണ്ടീഷൻ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സക്സെപ്റ്റൻസിൻ്റെ ഇത് വേണം വരയ്ക്കാനായിട്ട്. അതായത് XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? സാധാരണഗതിയിൽ 1/ωc ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്? BC. therefore ωc എന്ന് വരും. ഓർ BC is proportional to ഒമേഗയ്ക്ക് 2πf കൊടുക്കുകയാണെങ്കിൽ F, BCക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും F. ഇത് കപ്പാസിറ്ററിൻ്റെ കേസിൽ. ഇൻഡക്ടർ ആകുമ്പം XL = ω × L എന്ന് എഴുതും. അവിടെ എൻ്റെ BL എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ωL. എൻ്റെ ഇൻവേഴ്സ് 1/XL. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BL is inversely proportional to എന്താണ്? ωL അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻ ഒന്നും എഴുതണമെന്നില്ല, ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഇങ്ങനെ എഴുതിയാൽ മതി. BC സക്സെപ്റ്റൻസ്, BC എന്ന് സക്സെപ്റ്റീവ് കപ്പാസിറ്റി സക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയും, ഇവിടെ ഇൻഡക്റ്റീവ് സക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഒമേഗയ്ക്ക് 2πf കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നേ അല്ലേ. രണ്ടും നേരത്തെ ഓപ്പോസിറ്റ് വരും. നേരത്തെ XC എങ്ങനെയായിരുന്നു? XC എന്ന് പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരുന്നു XC. ഇവിടെ XL എന്ന് പറഞ്ഞാലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊന്നും വേണമെന്നില്ല, ഇത് കണ്ടീഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി 0 ആയിരിക്കുമ്പം ആരായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഫ്രീക്വൻസി 0 ആകുമ്പം XC ആണോ XL ആണോ ഉണ്ടാവുന്നത്? ഇത് സോറി, XC XL വിട്ടല്ലോ, നമ്മൾ BL ഉം BC നോക്കണേ. XL XC ഏത് കണ്ടീഷനാണ്? സീരീസ് റെസൊണൻസിൻ്റെ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കണം BL ഉം BC. ഓക്കെ, ഫ്രീക്വൻസി 0 ആകുമ്പോൾ BCയുടെ വാല്യൂ എന്താണ്? 0. BLൻ്റെ വാല്യൂ എന്താണ്? 1/0 ഇൻഫിനിറ്റി, -ഇൻഫിനിറ്റി ആണ് വരുന്നത്. അപ്പം -∞. ഓക്കെ, അതേസമയം നമ്മുടെ കപ്പാസിറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? XLൻ്റെ വാല്യൂ കുറയും. XLൻ്റെ വാല്യൂ കുറഞ്ഞ് BLൻ്റെ വാല്യൂ കുറഞ്ഞ് ലാസ്റ്റ് ഫൈനലിൽ എന്താണ്? ഫ്രീക്വൻസി ഇൻഫിനിറ്റി എത്തുമ്പം ഇവൻ 0 ആവും. അപ്പോൾ ഇൻഫിനിറ്റിയിലേത് 0 മീറ്റ് ചെയ്യുള്ളൂ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? BL ആണ്. അപ്പോൾ BCയുടെ കർവ് എങ്ങനെയായിരിക്കും? BCയുടെ കർവ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. ഇതാണ് BC എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇനി ഒരു റെസിസ്റ്ററും കൂടെ ഇല്ലേ? റെസിസ്റ്ററും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമ്മൾ കാണിക്കുന്ന കണ്ടക്റ്റൻസ് ആയിട്ടാണ്. സോ G അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു കർവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ എന്താണ്? XL XC ഈക്വൽ ആവും. അതിന് മുന്നേ കണ്ടോ ലോവർ ഫ്രീക്വൻസിയിൽ ആരായിട്ട് ആക്ട് ചെയ്യും? നോക്കിയേ, ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റിലെ കൂടുതൽ, കാര്യം ഇൻഫിനിറ്റീവ് നിന്നാണ് കുറഞ്ഞു വരെയാണ്, ഇൻഫിനിറ്റി കുറഞ്ഞു വരെയാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കൂടുതൽ. സോ ലോ ഫ്രീക്വൻസിയിൽ സർക്യൂട്ട് ആക്ട് ആസ് ലാഗിങ്. ഹയർ ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും? കപ്പാസിറ്റി എഫക്റ്റ് ആണ്. ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ കപ്പാസിറ്റിയുടെ കൂടെയാണ് BL ലെവൽ കുറയുകയാണ്. അപ്പം എന്തുമായിരിക്കും? ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയുന്നു, കപ്പാസിറ്റി കൂടുന്നു. സോ ഹയർ ഫ്രീക്വൻസിയിൽ ആക്ട് ആസ് എന്ത് ലോഡ്? ലീഡിംഗ് ലോഡും ലോ ഫ്രീക്വൻസി ലാഗിംഗ് ലോഡും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് സർക്യൂട്ട് വരുന്നത്? നമ്മുടെ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. ഇത് എഴുതിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വേഗം എഴുതിയെടുക്കണേ. ഓക്കെ,
ഇതാണ് നമ്മുടെ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കമ്പാരിസൺ കൂടെ നമുക്ക് നോക്കണം. കമ്പാരിസൺ പറ്റും, അതാണ് മെയിനായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ടത്, കമ്പാരിസൺ. അതേപോലെ ഇത് ഇവിടെ സംഭവിക്കുന്നത് കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ഇനിയിപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നടക്കുന്നത് കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ്. മറ്റേ സീരീസിൽ നടക്കുന്നത് എന്താണ്? വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് കറണ്ട് മാഗ്നിഫിക്കേഷൻ. അതായത് കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ആൻഡ് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ടോട്ടൽ കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. കേട്ടല്ലോ, ഇവിടെ നടക്കുന്നത് കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സീരീസിലാണെങ്കിൽ എന്താണ്? വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. നമുക്ക് ഇതിന്റെ കമ്പാരിസൺ കൂടെ എഴുതാം. ഇതിന് എഴുതിയെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇത് ശരി, ഇതിന്റെ കമ്പാരിസൺ കൂടെ നമുക്കൊന്ന് എഴുതാം. നോക്കേ, ഫസ്റ്റ് എഴുതേണ്ടത് സീരീസ് റെസൊണൻസ് സർക്യൂട്ട്, അടുത്ത് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. സീരീസ് റെസൊണൻസ് സർക്യൂട്ട്, പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. സീരീസ് റെസൊണൻസ് സർക്യൂട്ടിലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, റിയാക്റ്റൻസ്, നെറ്റ് റിയാക്റ്റൻസ് എന്തായിരിക്കും? നെറ്റ് റിയാക്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് റിയാക്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. therefore XL ഈക്വൽ ടു XC അല്ലേ? അപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ നെറ്റ് റിയാക്റ്റൻസ് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് 0 ആയിരിക്കും വരിക. അതാണ് മെയിൻ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. ഇവിടെ എന്തായിരിക്കും? നെറ്റ് സക്സെപ്റ്റൻസ് is equal to 0. therefore BL equal to BC. പറയണ്ടല്ലോ, നമ്മൾ ചെയ്താണല്ലോ. ഓക്കെ, ഇനി അടുത്താണ് റെസൊണൻസ് സമയത്ത് നമ്മൾ ഇതിന്റെ ഇംപെഡൻസ് എന്തായിരിക്കും? റെസൊണൻസ് സമയത്ത് ഇതിന്റെ ഇംപെഡൻസ്, ഇവിടുത്തെ ഇംപെഡൻസ് Z ഈക്വൽ ടു എന്തുവാണ്? നമ്മൾ ഓർമ്മയുണ്ടോ നോക്കിയേ? R എന്ന് നമ്മൾ എഴുതി അല്ലേ? Z ഈക്വൽ ടു R. ഇവിടെ എന്തുവാണ്? Z ഈക്വൽ ടു ZD, ഡൈനാമിക് ഇംപെഡൻസ്, that is equal to L/CR. therefore മൂന്നാമത്തെ എന്തുവാണ്? മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇവിടെ വരുന്നത് ഇംപെഡൻസ് എന്തുവാണ്? ഇവിടെ ഇംപെഡൻസ് എങ്ങനെയായിരിക്കും? മാക്സിമം ആണോ മിനിമം ആണോ? മിനിമം ആയിരിക്കും. ഇവിടെ മിനിമം ആയിരിക്കും. ഇവിടെ ഇംപെഡൻസ് എന്തുമായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇവിടെ കറണ്ട് ഇവിടെ കറണ്ട് ഈസ് എന്താണ്? മാക്സിമം അല്ലേ? ഇംപെഡൻസ് മിനിമം ആണെങ്കിൽ കറണ്ട് മാക്സിമം ആയിരിക്കും. ഇവിടെ ഇംപെഡൻസ് മാക്സിമം ആണെങ്കിൽ കറണ്ട് എന്തുമായിരിക്കും? മിനിമം ആയിരിക്കും. മനസ്സിലായോ? കറണ്ട് എന്തുമായിരിക്കും? മിനിമം ആയിരിക്കും. ഫിഫ്ത്ത് ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, ഫിഫ്ത്ത് കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ എന്തോ എഴുതാം? വേറെ ഇംപെഡൻസ്, കറണ്ട്, പിന്നെന്താണ്? ഇവിടെ നമ്മൾ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ, വോൾട്ടേജ് കൂടും. ഇവിടെ എന്തുവാണ് നമ്മളിപ്പോൾ പഠിച്ച? കറണ്ട് മാഗ്നിഫിക്കേഷൻ. കറണ്ട് മിനിമം ആണെന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോൺ ചെയ്യുന്ന കറണ്ടാണ് മിനിമം ആവുന്നത് റെസൊണൻസിൽ. പക്ഷെ അവിടുത്തെ കറണ്ട് ത്രൂ ഇൻഡക്ടർ, കറണ്ട് ത്രൂ കപ്പാസിറ്റർ എന്താണ്? മാക്സിമൈസ് ചെയ്യും, അല്ല മാക്സിമം ആയിരിക്കും. അത് മാഗ്നിഫൈ ചെയ്യും, കൂട്ടും. അടുത്ത് ആറാമത്തെ ടോപ്പിക്കിൽ ഇതെന്തുമായിരിക്കും? പവർ ഫാക്ടർ. ഈ രണ്ട് കേസിലും പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? യൂണിറ്റി ആയിരിക്കും. യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. കാര്യം റിയാക്റ്റീവ് പാർട്ട് രണ്ടിലും 0 ആണ്. സോ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? യൂണിറ്റി ആയിരിക്കും. പിന്നെ ഏഴാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ് എന്തുവാണ്? ഇവന് ഒരു അക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു സിഗ്നലിനെ ഇന്ന ബാൻഡ് വിഡ്ത്തിൽ വരുന്ന സിഗ്നൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സർക്യൂട്ട് ആക്ട് ആയിട്ടാണ് എന്താണ് സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അതായത് ആക്ട് ആസ് അക്സെപ്റ്റർ സർക്യൂട്ട് അല്ലേ? ഇത്ര ഫ്രീക്വൻസി റേഞ്ചിൽ വരികയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, റിജക്റ്റർ സർക്യൂട്ട്. അപ്പോൾ അതിന് ഇത്രയും ഫ്രീക്വൻസിയിൽ വരികയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഇതാണ് ഇതിനകത്ത് വരുന്ന മേജർ കമ്പാരിസൺ.